السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാൻ അതിൻ്റെ പകുതിയോടടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ കൂടെ റമദാൻ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കാം എന്ന ഒരു ബോധ്യത്തോടു കൂടി തന്നെ കൂടുതൽ നന്മകൾ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുലേക്ക് അടുക്കാനുമൊക്കെ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. സാധാരണയായി റമദാൻ്റെ തുടക്കത്തിൽ കാണുന്ന ആവേശം റമദാനിൻ്റെ മധ്യമാകുമ്പോൾ ഉണ്ടാകാറില്ല. തറാവീനൊക്കെ ആളുകളെണ്ണം കുറഞ്ഞ്, ജമാഅത്തുകൾക്കൊക്കെ ആളെണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എല്ലാ പള്ളികളിലും. നമ്മളെ സംബന്ധിച്ച് റമദാനിൽ അവസാനമാകുമ്പോഴാണ് കൂടുതൽ പുണ്യം അള്ളാഹു വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി മടുപ്പില്ലാതെ മുഷിപ്പില്ലാതെ അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ മുഴുകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അന്ത്യനാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഈ ലോകത്തിൻ്റെ ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. അള്ളാഹുവിനുള്ള വിശ്വാസത്തിൻ്റെ കൂടെ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ എന്നിങ്ങനെയുള്ള ശൈലികൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ എപ്രകാരം വിശ്വസിക്കുന്നുവോ അപ്രകാരം തന്നെ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഒരു പരലോകമുണ്ട്, അവിടെ നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലേക്കുള്ള ഒരു കവാടമാണ് യഥാർത്ഥത്തിൽ അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ. ആ അന്ത്യനാളിൻ്റെ മുമ്പ് അതിൻ്റെ ചില അടയാളങ്ങളായിക്കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് ധാരാളമായിക്കൊണ്ട് കാണാൻ കഴിയും. അതിൽ ഓരോ വിഷയങ്ങളും ഒരുപാട് സമയം വിശദീകരിക്കണമെന്നാണ്. ഞാൻ മൊത്തത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുക മാത്രമേ അതിന് സമയമുള്ളൂ. അതിലൊന്നാമത്തെ വിഷയം എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും കൗതുകമുണ്ടായ ഒരു കാര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ സംഭവിക്കുമെന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പോൾ, അവിടെയുള്ള ആളുകളോട് പറഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പലതവണ വന്ന് ചോദിച്ച കാര്യമാണ് മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദീന് പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നപ്പോഴും 4 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ഒരു ചോദ്യം ഇതായിരുന്നു, മത്തസ്സാ, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക. അപ്പം അതിന് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന മറുപടി ഉണ്ട്, യസ്അലുക്കന്നാസു അനിസ്സാഅ, നബിയെ നിങ്ങളോട് അന്ത്യനാളിനെ കുറിച്ച് ആളുകൾ ചോദിക്കുന്നു. ഖുൽ, നിങ്ങൾ പറയണം, ഇൽമുഹാ ഇൻദല്ലാഹ്, അതിൻ്റെ വിവരം, വിജ്ഞാനം അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. വമാ യുദ്രീക, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അന്ത്യനാളിനെ കുറിച്ചുള്ള വിവരമില്ല എന്ന് മാത്രമല്ല, അന്ത്യനാളിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്രാഫിൽ എന്ന മലക്ക്, കാഹളത്തിൽ ഊതുന്ന മലക്ക്,
ആ മലക്കിന് പോലും അറിയില്ല എപ്പോഴാണ് എനിക്ക് ഊതാൻ കൽപ്പന കൊടുക്കുക നൽകപ്പെടുക, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക. അതാണ് ഇൽമുഹ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. എന്നാൽ അത് പറഞ്ഞില്ല അല്ല സഅ തകൂനു ഖരീബ, അതിനി കുറേ ദൂരമൊന്നുമില്ല. തകൂനു ഖരീബൻ, അന്ത്യനാളെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അടുത്താണ്. ഇഖ്തറബത്തി സ്സാഅത്തു, അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അന്ത്യനാൾ അടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ അന്ത്യനാളിൻ്റെ ചില ലക്ഷണങ്ങളും വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസിൽ കാണാൻ കഴിയും. ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങൾക്ക് അവിടെ വിചാരണ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ, ഖർബ എന്ന് പറഞ്ഞാൽ തന്നെ അടുത്തു എന്നർത്ഥം. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ വളരെയധികം അടുത്തിരിക്കുന്നു എന്നാണ്. പക്ഷേ വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ അശ്രദ്ധയിലാണ്. ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബൻ, നിങ്ങളതിനെ വളരെ വിദൂരമായി കാണുന്നു, പക്ഷെ നാം അതിനെ വളരെ അടുത്തായിട്ടാണ് കാണുന്നത്. അപ്പം അന്ത്യനാളെന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അതിൻ്റെ അടയാളങ്ങൾ വന്നിരിക്കുന്നു. ഫഹൽ യൻദുറൂന ഇല്ല സഅ അൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാത്തുഹ, സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞു ഫഖദ് ജാഅ അശ്റാത്തുഹ, അതിൻ്റെ ചില ഷർത്തുകൾ അഥവാ ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇപ്പം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ മൊത്തത്തിൽ നമുക്ക് മൂന്നായിട്ടാണ് പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുള്ളത്. 3 തരം അടയാളങ്ങളുണ്ട് ഖിയാമത്ത് നാളിന്. അതിൽ സംഭവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും എന്നാൽ ഇപ്പോൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള അടയാളങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഇനി സംഭവിക്കാനിരിക്കുന്ന വലിയ അടയാളങ്ങളും ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള അടയാളങ്ങൾ. ഇനി സംഭവിക്കാനിരിക്കുന്ന വലിയ അടയാളങ്ങൾ തന്നെ പണ്ഡിതന്മാർ രണ്ടായി തിരിച്ചിട്ടുണ്ട്. സമാവിയായ ആകാശത്തിൽ നിന്ന് സംഭവിക്കാനിരിക്കുന്ന അടയാളങ്ങൾ, ഭൂമിയിൽ നിന്ന് സംഭവിക്കാനിരിക്കുന്ന അടയാളങ്ങൾ. ഇതിൽ ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും ഒന്നാമത്തെ അടയാളമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവാചകനായിക്കൊണ്ട് വന്നു എന്നതാണ് അന്ത്യനാളിൻ്റെ ഒന്നാമത്തെ അടയാളം. ബുഇസ്തു വഅന വസഅതു കഹാത്തീൻ, ഞാനും അന്ത്യനാളും നിയോഗിക്കപ്പെടുന്ന ഇങ്ങനെയായിരിക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് പല രീതിയിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല. രണ്ടാമത്തത്, ഈ 2 വിരലും കുറച്ച് വലുപ്പ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏറി വന്നാൽ ദുനിയാവിൽ ഇത്ര സമയം ഉണ്ടാകാം. അതായത് ഈ 2 വിരലുകൾ തമ്മിലുള്ള വലുപ്പത്തിലുള്ള വ്യത്യാസത്തിൻ്റെ അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅ്സത്തും അതുപോലെ തന്നെ ഖിയാമത്ത് നാളും തമ്മിലുണ്ടാകാം. അതല്ലെങ്കിൽ ഇതിനിടയിൽ വിടവില്ലാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്ത് അതിൻ്റെ ഒന്നാമത്തെ അടയാളമായിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. പ്രവാചകൻ പറഞ്ഞ ഹദീസിൽ കാണാം, ഉഅ്ദു സിത്തൻ ബൈന യദൈ സാഅ, അന്ത്യനാളിൻ്റെ മുമ്പായിക്കൊണ്ട് 6 കാര്യങ്ങൾ നീ എണ്ണി വെക്കുക. അതിലൊന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചതിൽ കാണാം, മൗത്തി, എൻ്റെ മരണമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഈ ഉമ്മത്തിലെ ഫിത്നയുടെ തുടക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഈ ഉമ്മത്തിൽ വലിയ ഫിത്നകളില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ഈ ഉമ്മത്തിൽ ഫിത്നയുടെ വാതിലുകൾ എന്ത് ചെയ്യാണ്? തുറക്കപ്പെടുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ മരിച്ച ഉടനെ തന്നെ മുർത്തദുകളുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിൻ്റെ ഒന്നാമത്തെ കർമ്മം അദ്ദേഹം നടത്തിയത് എന്താണ്? ഇസ്ലാമെന്ന് പുറത്തുപോയ ചില ആൾക്കാരുണ്ട്, സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കള്ളപ്രവാചകനെ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ കൂടെ പോയ കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് യുദ്ധം ചെയ്യുക എന്ന പണിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഫിത്ന അവിടെ തുടങ്ങി. ആ ഫിത്ന ഇനി അവസാനിക്കില്ല, അതിനി കൂടി വരുള്ളൂ. അവസാനം ദജ്ജാലിൻ്റെ ഫിത്നകൾ കഴിഞ്ഞ് അതിന് ശേഷമുള്ള ഫിത്നകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഫിത്ന വർദ്ധി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന ലഹും, ഏറ്റവും ദീനിയായ ഖൈറുള്ളവർ എൻ്റെ കൂടെ ജീവിച്ച സഹാബത്താണ്, എൻ്റെ തലമുറയാണ്. പിന്നെ അതിനേക്കാൾ ഖൈർ കുറവാണ്
അടുത്ത തലമുറ, അതിനേക്കാൾ ഖൈർ കുറവാണ് അടുത്ത തലമുറ, പിന്നുള്ളതൊക്കെ ഓരോ വർഷം കഴിയും തോറും കഴിഞ്ഞതിനേക്കാളും മോശമായ അവസ്ഥയിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി ഇതൊക്കെ അവസാനിച്ച പ്രവാചകൻ പറഞ്ഞതും എന്നാൽ സംഭവിച്ചതുമായ അടയാളങ്ങളാണ്. ഇതേപോലെ ബൈത്തുൽ മഖ്ദിസിൻ്റെ, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാൻ ഞാൻ വേഗം ഓരോന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞു പോകാൻ. ബൈത്തുൽ മഖ്ദിസിൻ്റെ വിജയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ബൈത്തുൽ മഖ്ദിസ് ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും ബൈത്തുൽ മഖ്ദിസ് മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളിന് മുമ്പ് സിത്തൻ എന്ന ഹദീസിൽ കാണാം, ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിൻ്റെ വിജയം സംഭവിക്കും. അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, അന്ന് റോമക്കാർ ക്രിസ്ത്യാനികളാണ്, റോമക്കാരാണ് അന്ന് അവിടെ ഭരണം നടത്തിയിരുന്ന ബൈത്തുൽ മഖ്ദിസ്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ അബൂ ഉബൈദത്തുൽ ജറാഹ് അമീനു ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ വിശ്വസ്തരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കൊടുത്ത സഹാബിയായ അബൂ ഉബൈദ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ 4 മാസക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിലൂടെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയത്. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന രംഗമുണ്ട്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുക്ക് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൻ്റെ അടുത്ത് ബൈത്തുൽ മഖ്ദിസ് നിസ്കരിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് ക്രിസ്ത്യൻ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വൃത്തിയാക്കി. കാരണം അന്ന് ബൈത്തുൽ മഖ്ദിസ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ പവിത്രമായിരുന്നു കണ്ടിരുന്നെങ്കിലും, പക്ഷേ അവർ അത് വൃത്തികേടായി. കാരണം മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ അതിനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നുള്ളത് കൊണ്ട് തന്നെ വൃത്തികേടാക്കിയിട്ടാണ് അവർ വെച്ചത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം ബാങ്ക് വിളിക്കുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ദീർഘമായ നിസ്കാരത്തിൽ ദീർഘമായ സുജൂദുകൾ അർപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്തു എന്ന് ഹദീസിലെ ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. പക്ഷെ അതിന് ശേഷം വീണ്ടും മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുകയാണ്. ക്രിസ്ത്യാനികൾ തിരിച്ചു പിടിച്ചു. പിന്നീട് നൂറുദ്ദീൻ സംഘിയുടെ നേതൃത്വത്തിൽ, സേനാനായകനായിട്ട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ 88 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് വീണ്ടും അത് മുസ്ലിമീങ്ങൾ സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ നേതൃത്വത്തിൽ പിടിച്ചടക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ക്രിസ്ത്യാനികൾ പിടിച്ചടക്കിയപ്പോൾ അവിടെ മുസ്ലിമീങ്ങളുടെ രക്തപ്പുഴ ഒഴുക്കിയെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ശരിക്കും ബൈത്തുൽ മഖ്ദിസ് ഒരു രക്തപങ്കിലമായി മാറുന്നു. മുസ്ലിമീങ്ങളെല്ലാം കൊന്നൊടുക്കി ഇട്ടാണ് ക്രിസ്ത്യാനികൾ കീഴടക്കിയത്. പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയപ്പോൾ ഒരു അക്രമവും നടത്താതെയാണ് മുസ്ലിമീങ്ങൾ അവിടെ പിടിച്ചടക്കിയത്. ലോകത്ത് ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കെ ക്രൂരതകളും അതുപോലെ തന്നെ ബലാത്കാരങ്ങളും അധികവും നടത്തിയത് ക്രിസ്ത്യാനികളും ജൂതന്മാരാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ദുഷ്പേരാർക്കായിരിക്കും? മുസ്ലിമീങ്ങൾക്കായിരിക്കും. തീവ്രവാദം എപ്പോഴും മുസ്ലിങ്ങളെ മേലുണ്ടാകുക. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നതും ലോകത്ത് ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നതും ആരാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളും തന്നെയാണ്. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമല്ലെങ്കിലും ക്രിസ്ത്യാനികളാണല്ലോ അവിടെ ഭരണം നടത്തുന്നത്, അവിടെ മുസ്ലിങ്ങളൊന്നും അല്ലല്ലോ. അതുപോലെ തന്നെ ജൂതന്മാരുടെ രാഷ്ട്രമായ ഇസ്രായേൽ അങ്ങനെ തന്നെയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളങ്ങളിൽ പെട്ടതാണ്. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലസ്തീനിലെ റാമല്ല എന്ന് പറയുന്ന സ്ഥലത്ത്, അഥവാ അംബാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാരകമായ പ്ലേഗ് രോഗമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിരുന്നു. അത് അന്ത്യനാളിൻ്റെ ഒരു അടയാളമായിക്കൊണ്ട് പ്രവാചകൻ പ്രവചിച്ചതാണ്. അതിൽ ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് ഫലസ്തീനിൽ നിന്ന് ഏകദേശം ഒരു 6 മൈൽ ദൂരത്തുള്ള സ്ഥലമാണ് ഈ അംബാസ് എന്ന് പറയുന്ന സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആദിസിത്തൻ ബൈദ സഅ, ഇത് പ്രവാചകൻ പറഞ്ഞു, സുമ്മ മൗതാനി, കൂട്ടമായ മരണങ്ങളുണ്ടാകും. യഖുദു ഫീക്കും കഖുആസിൽ ഗനം, അതായത് ആടുകൾ കൂട്ടമായി രോഗം വന്ന ആടുകൾ കൂട്ടമായി ചത്തൊടുങ്ങുന്നത് പോലെ മനുഷ്യന്മാർ ചത്തൊടുങ്ങുന്ന അല്ലെങ്കിൽ മനുഷ്യന്മാർ മരിച്ചു പോകുന്ന ഒരു അസുഖമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
ഇത് യഥാർത്ഥത്തിൽ ഹിജറ 18 സംഭവിച്ചു. ഹിജറ 18 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ്. 25,000-ലധികം മുസ്ലിമീങ്ങളെന്ന് മരണപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 25,000 മുസ്ലിമീങ്ങൾ. അബൂ ഉബൈദത്തുൽ ജറാഹ് അടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫതഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് പിടിച്ച അബൂ ഉബൈദത്തുൽ ജറാഹ് അടക്കമുള്ള ഈ മുസ്ലിം ഉമ്മത്തിൽ അമീനു ഹാദിൽ ഉമ്മത്തടക്കമുള്ള ആളുകൾ ആ പ്ലേഗ് രോഗത്തിൽ മരിച്ചു. അതിൽ മരിച്ചവരിൽ ഏകദേശം 30ഓളം ബദരീങ്ങളുണ്ടായിരുന്നു. ബദറിൽ പങ്കെടുത്ത 30-ലധികം സഹാബിമാർ പ്ലേഗ് രോഗം വന്നിട്ട് മരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ബദർ ബൈത്തിന് എന്താ ചെല്ലുന്ന അറിയോ? നമ്മുടെ നാട്ടിൽ ബദർ ബൈത്ത് ചെല്ലുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഇതാ നാളെ മറ്റന്നാളും വന്ന ബദരീങ്ങളാണ്ടും ഇതൊക്കെ വരാണ്ട്. അപ്പം ഇനി ബദർ ജയ്ത്ത് ചെല്ലും. അതായത് പ്ലേഗ് രോഗം വരാതിരിക്കാൻ ബദർ ജയ്ത്ത് ചെല്ലിയാൽ മതി എന്നാ. അങ്ങനെയുണ്ട്. ഈ ബദറിൽ പങ്കെടുത്ത 30 സഹാബിമാർ മരിച്ചെങ്ങനെ? പ്ലേഗ് രോഗം വന്നിട്ടാണ്. ബദറിൽ പങ്കെടുത്ത 30 സഹാബിമാർ മരിച്ചത് പ്ലേഗ് രോഗം വന്നിട്ടാണ്. അള്ളാൻ്റെ തീരുമാനമാണ്. പക്ഷേ ആ പ്ലേഗ് രോഗം വരാതിരിക്കാൻ ഈ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കലും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് നമ്മുടെ ഖൗം ചെയ്യണം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഇനി ഇതൊക്കെ ഏകദേശം സംഭവിച്ചു കഴിഞ്ഞ ചെറിയ അടയാളങ്ങളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്ന് സമ്പത്തിൻ്റെ ആധിക്യം. സമ്പത്ത് കുഴിമിഞ്ഞുകൂടുകയും മുസ്ലിമീങ്ങൾ വലിയ സമ്പന്നന്മാരായി തീരുകയും ആ സമ്പത്ത് കൊണ്ട് മുസ്ലിം സമുദായത്തിന് വലിയൊരു ഫിത്നയുണ്ടാകുകയും ചെയ്യുന്ന കാലഘട്ടം. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, നമ്മുടെ ഈ മലപ്പുറം ജില്ലൻ്റെ ഒരു 50 കൊല്ലത്തെ ചിത്രം, 50 കൊല്ലത്തെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ഒരു 50-75 കൊല്ലം മുമ്പത്തെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഇപ്പോഴത്തെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കി. 50 കൊല്ലമുള്ള ഏതെങ്കിലും പള്ളിക്ക് എ സി ഉണ്ടോ? കാർപ്പറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അന്ന് പള്ളി ഉണ്ടല്ലോ, അന്നും ചൂടുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് തന്നു. പറഞ്ഞ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സഅ ഹത്താ യക്സുറ ഫീകുമുൽ മാൽ ഫയഫീദു. നിങ്ങളിൽ സമ്പത്ത് അധികരിക്കുമെന്ന് മാത്രമല്ല, ഫാദ യഫീദ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്നത് പോലെ സമ്പത്ത് ഒഴുകുന്ന, വെള്ളം ഒഴുകുന്ന പോലെ സമ്പത്ത് ഒഴുകും. എന്നിപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലയതിയന്ന അലന്നാസി സമാനു യതൂഫു റജുലു ഫീഹി ബിസദഖ മിന ദഹബി സുമ്മ ലാ യജിദു അഹദൻ യഅഖുദുഹാ മിൻഹു. ഒരു കാലഘട്ടം വരാനുണ്ട്, ആളുകൾ സ്വർണത്തിൻ്റെ ഒക്കെ സക്കാത്തും സ്വർണത്തിൻ്റെ സദഖ ഇങ്ങനെ ആളുകൾ കൊണ്ടെടുക്കും. ഇപ്പോൾ ആർക്കാണ് സദഖ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലഘട്ടം ഒന്നും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന ആളെ തിരഞ്ഞാൽ കിട്ടൂല. മഹല്ലിൽ ഉണ്ടോ? അത് സാന്ദർഭികം ഞാൻ പറയട്ടോ ഒരു കാര്യം കൂടി. ഫിത്ർ സക്കാത്ത് എല്ലാവരും കൊടുക്കണം, പക്ഷെ വാങ്ങേണ്ടത് ആര് മാത്രമേ ഉള്ളൂ? മിസ്കീനന്മാരും ഫക്കീറന്മാർക്ക് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മുജാഹിദ് മഹല്ലുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പല മഹല്ലുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ, എല്ലാവരും ഫിത്ർ സക്കാത്ത് പള്ളിക്ക് കൊണ്ടുവരും, എല്ലാവരും വാങ്ങിക്കൊണ്ടു. അതിന് അർഹനും അനർഹനും ഒക്കെ വാങ്ങിക്കൊണ്ടു. ഹറാമാണ്. പെരുന്നാളിൻ്റെ തലേ നമ്മൾ വെറുതെ ഹറാമൊന്നും നിൽക്കണ്ട. എല്ലാവരും കൊടുക്കണം. പിറ്റേ ദിവസം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംഗതികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. പക്ഷെ വാങ്ങാൻ അർഹത ഫക്കീർമാർക്കും മിസ്കീന്മാർക്കും മാത്രം. അപ്പം നമ്മുടെ മഹല്ലിൽ നിന്നും ഫക്കീർമാരും മിസ്കീന്മാരും തിരഞ്ഞാൽ കിട്ടാല്ലാത്ത. റസൂൽ പറഞ്ഞില്ലേ, സദക്ക നിങ്ങൾ കൊണ്ട് നടക്കും, പക്ഷെ നിങ്ങൾ ആ സദക്ക വാങ്ങാൻ ആളെ കാണൂല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ കള്ളപ്രവാചകന്മാർ രംഗത്ത് വരും. അപ്പം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് തന്നെ അസ്വദുൽ അനസിയും അതുപോലെ തന്നെ മുസൈലിമയും കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രംഗത്ത് വന്ന യമാമയിലൊക്കെ രംഗത്ത് വന്ന കള്ളപ്രവാചകനാണ്. എന്നിട്ട് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയത് ഹദീസിൽ കാണാം. അയാൾ നബിക്ക് എത്തിയത് മിൻ റസൂലില്ല ഇലാ റസൂലില്ല. അള്ളാൻ്റെ റസൂലായ ഞാൻ അള്ളാൻ്റെ റസൂലായ മുഹമ്മദിലേക്ക് എഴുതുന്ന എത്ത്. എന്തിനു ഉപരി പറഞ്ഞു വെച്ചാൽ, അൽ അർദു നിസ്ഫുൻ ലി വ നിസ്ഫുൻ ലക്. ഭൂമി നമുക്ക് എന്ത് ചെയ്യുക? 50-50 ആക്കാം. പകുതി ഭൂമിയിൽ ഞാൻ നബി, പകുതി ഭൂമിയിൽ നിങ്ങൾ നബി. ഒരു കോംപ്രമൈസിൽ പോവാ, ഒരു തർക്കം വേണ്ട, തല്ലുകൂടണ്ട. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
എന്നായിക്കോട്ടെ, ഒരു സമാധാനം, ഇനി പൗതി എനിക്ക് നോക്കിയാൽ മതി എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കൊല്ലാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തെ പറഞ്ഞയച്ച് അദ്ദേഹത്തെ വധിച്ചതാരാണ്? നിങ്ങൾക്ക് ഹംസ റളിയല്ലാഹുവിനെ വധിച്ച വഹ്ശി റളിയല്ലാഹുവിനുമാണ് മുസൈലിമയെ കൊന്നത്. കാരണം വഹ്ശി മുസ്ലിമായിട്ടുണ്ട്. ഹംസ റളിയല്ലാഹുവിനെ കൊന്ന ഒരു വ്യക്തിയായിരുന്നു വഹ്ശി. അദ്ദേഹം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മുസ്ലിമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ കാണുമ്പോഴേക്കും ഹംസ റളിയല്ലാഹുവിന് ഓർമ്മ വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ന് പറഞ്ഞ ബാപ്പല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലം യജിദ്ക യതീമൻ ഫആവ, റസൂലുള്ളാഹിക്ക് ബാപ്പല്ലാതെ പറഞ്ഞ ആളാണ്. ബാപ്പയില്ല, ഉമ്മയില്ല, ജ്യേഷ്ഠനില്ല, അനിയന്മാരില്ല, ഒന്നുമില്ല. ശരിക്കൊരു യതീമായ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയതാരാണ്? ഹംസ റളിയല്ലാഹുവിനും അബൂ താലിബൊക്കെയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവ് എന്ന വികാരമാണ് ഹംസ റളിയല്ലാഹുവിനോടുള്ളത്. ആ ഹംസ റളിയല്ലാഹുവിനെ വധിച്ച ആളാണ് വഹ്ശി. അദ്ദേഹം മുശ്രിക്കായിരുന്നു അന്ന്. പക്ഷേ പിന്നീട് അദ്ദേഹം മുസ്ലിമായി മദീനയിലേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ വഹ്ശിയാണോ? പ്രവാചകൻ പറഞ്ഞു, നീ ഞാൻ കാണുന്ന സ്ഥലത്ത് ജീവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് നോക്കണം, ഒരു മുസ്ലിമാകാൻ റസൂലുള്ളാഹിക്ക് അത്ര ആഗ്രഹം. പക്ഷേ റസൂൽ ഒരു മനുഷ്യനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്, ഒരു മാനുഷികമായി വൈകാരികത ഉള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വഹ്ശി മദീനത്ത് വന്നിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ഈ യുദ്ധത്തിൽ ആര് പങ്കെടുത്തു? വഹ്ശി പങ്കെടുത്തു. അന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു മനുഷ്യനെ ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ പ്രവാചകന് ഏറ്റവും വെറുപ്പുള്ള ഒരാളെ ഞാൻ കൊല്ലുമെന്ന് അദ്ദേഹം അന്ന് പ്രതിജ്ഞ ചെയ്താണ്. അങ്ങനെയാണ് പ്രവാചകൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മുസൈലിമയെ ആര് കൊല്ലുന്നത്? വഹ്ശി റളിയല്ലാഹുവിനെ കൊല്ലുന്നത്. അദ്ദേഹം മുസ്ലിമായിട്ടാണ് മരിച്ചത്. അപ്പോൾ അസ്വദുൽ അലസി വേറെ വന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ കള്ളപ്രവാചകൻ്റെ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞിട്ട്, മൂപ്പര് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആദ്യം ഇംഗ്ലീഷിൽ വഹി വന്നു. അപ്പോൾ നമ്മളെ ആളുകളായത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി റഹ്മത്തുള്ളാഹി, പിന്നെ അദ്ദേഹത്തിൻ്റെ എതിരായി അപ്പുറത്തുനിന്ന് അമൃതസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അഹ്ലുൽ ഹദീസിൻ്റെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആയത്തോതി വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ഇപ്പം നിങ്ങൾ കള്ളപ്രവാചകൻ എന്നുള്ള തെളിവെന്താ? നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വഹി വരുന്നത്. കാരണം എല്ലാ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആ നബി അയച്ച ഖൗമിൻ്റെ ഭാഷയിലാണ് വഹി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആരും ഇംഗ്ലീഷുകാരില്ല, പക്ഷെ നിങ്ങൾക്ക് വഹി വരുന്ന ഇംഗ്ലീഷ്. അപ്പോൾ പിന്നെ മുമ്പ് മാറ്റി പിടിച്ച് പിന്നെ ഉറുദുവിൽ വഹി തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഈ മിർസയുമായിക്കൊണ്ട് അമൃതസരി റഹ്മത്തുള്ളാഹി അലൈഹി മുബാഹല നടത്തി. കള്ളൻ ആദ്യം മരിക്കുമെന്നായിരുന്നു മുബാഹല. അങ്ങനെ മിർസ മരിച്ചു. മിർസ മരിച്ചതും അദ്ദേഹത്തിൻ്റെ വായിലൂടെയും മൂക്കിലൂടെയൊക്കെ മലം പുറത്തേക്ക് വന്നിട്ടാണെന്നൊക്കെ അവിടെ ചരിത്രത്തിലുണ്ട്. പക്ഷെ അതൊരു കറാമത്തായിട്ടാണ് ഖാദിയാനികൾ എണ്ണൽ കേട്ടോ, അത് വേറെ വിഷയം. അങ്ങനെ മിർസ മരിച്ച് 30 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആര് മരിക്കണത്? അല്ലാമ അമൃതസരി റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കണം. അപ്പം അദ്ദേഹം കള്ളപ്രവാചകനാന്നുള്ളതിൻ്റെ പല അടയാളങ്ങളിൽ ഒരടയാളം അതായിരുന്നു. ഇങ്ങനെ ഒരുപാട് കള്ളപ്രവാചകന്മാർ രംഗത്ത് വരും. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മാത്രമല്ല പെണ്ണുങ്ങൾ വരെ കള്ളപ്രവാചകന്മാരായിട്ട് വരുന്ന പെണ്ണുങ്ങൾ വരെ. ഇപ്പോൾ ഈ ഖാദിയാനികളിൽ തന്നെ ഇപ്പോൾ 2-3 ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിലൊരു നബി വന്നിട്ടുണ്ട്. ആ നബിനെ ആരംഗീകരിക്കൂല? ഇവിടെ അംഗീകരിക്കൂല. ചോല് പറഞ്ഞ് നമ്മളാണ് ഒറിജിനൽ നബി എന്നാണ്. ഇപ്പോൾ ഇവിടെ കോയമ്പത്തൂർ ചെങ്ങായൻ്റെ കണ്ട് ഞാൻ നബിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ കള്ളന്മാർ ഒരുപാടുണ്ടാവും. പ്രവാചകത്വം വാദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ വരിക. അതുപോലെ തന്നെ ഇൽമു ഉയർത്തപ്പെടുക. ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഇൽമുള്ള ആളുകൾ മരണപ്പെട്ടു പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശ്റാത്തി സഅത്തി അൻ യുർഫഅൽ ഇൽമു വയസ്ബുത്തൽ ജഹ്ലു. ജഹ്ല് സ്ഥാപിതമാകുക. ആളുകൾക്ക് ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പഠിക്കുന്നവരും കുറവാണ്, പഠിച്ചവരും കുറവാണ്. ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ലൈബ്രറികളും കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള പുസ്തകങ്ങളും ഉണ്ടാവും. പക്ഷെ അതല്ല ഇൽമു എന്ന് പറഞ്ഞാൽ. അൽ ഇൽമു ഫി സുദൂർ ലാ ഫി സുദൂർ. ഇൽമു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ളതാണ്. വായിച്ച് അൽ ഇൽമു അൽ ഹിഫ്ളാണ്. ആ ഇൽമു പഠിച്ച പണ്ഡിതന്മാരാണ് ഇൽമു എന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ കിതാബ് എത്ര അടിക്കുക. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇത്ര വലിയ ലൈബ്രറി ഉണ്ടോ? മസ്ജിദുൻ നബവിയിൽ ഇപ്പോൾ ഇന്ന് മസ്ജിദുൻ നബിയിൽ വലിയ ലൈബ്രറി ഉണ്ട്, പോയൊക്കെ കാണാം. പക്ഷെ ആ റസൂലുള്ളാഹിന്റെ കാലത്ത് മസ്ജിദുൻ നബി ലൈബ്രറി ഉണ്ടോ? ഇല്ല. പക്ഷെ ഒക്കെ ആലിമീങ്ങളാണ്. ഓല ഇൽമൊക്കെ എവിടെയാണ്? ഹൃദയത്തിലാണ്. അപ്പോൾ ഇൽമു എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇൽമുണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉ മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പണ്ഡിതന്മാർ, എങ്ങനത്തെ പണ്ഡിതന്മാർ? ജനങ്ങൾ വഴിപറ്റിക്കുന്ന പണ്ഡിതന്മാരല്ല,
യഥാർത്ഥത്തിൽ ഇൽമു പഠിച്ച അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അവർ മരിച്ചു പോകുമ്പോൾ അതാണ് ഇൽമു ഉയർത്തപ്പെടുക. ഹത്താ ഇദാ ലം യബ്ഖ ആലിമൻ, ലോകത്തൊരു ആലിം അവസാനം ഉണ്ടാവില്ല. ഇത്തഖദന്നാസു റൂസൻ ജുഹാലൻ, ജാഹിലീങ്ങളെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ആളുകളെ ആലിമ്യങ്ങളാക്കും. എന്നിട്ടോ ഓരോരോ തൊള്ളി പോകുന്നത് ഇങ്ങനെ ഫത്ത് കൊടുക്കും. എന്നിട്ട് ജാന ഫദല്ലു വാദല്ലു, അവർ വഴിതെറ്റുകയും അവർ ആളുകളെ വഴിതെറ്റിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തു നിന്നും എല്ലാം ഇങ്ങനെ നുരുമ്പി പോകുന്നൊരു കാലഘട്ടം അതിപ്പോൾ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്നത്. പ്രവാചകൻ പറയാണ്, യദ്റുസു ഇസ്ലാമു കമാ യദ്റുസു വശ്യു സൗബി, ഒരു വസ്ത്രം നുരുമ്പി പോകുന്നത് പോലെ ഇസ്ലാം ഇങ്ങനെ നുരുമ്പി ഇങ്ങനെ പോകും. ഹത്താ ലാ യുദ്റ മാ സിയാം വലാ സ്വലാത്ത് വലാ നുസ്ക് വലാ സദഖ, എങ്ങനെയാണ് നോമ്പ് എടുക്കേണ്ടത്, എങ്ങനെയാണ് സദഖ കൊടുക്കേണ്ടത്, എങ്ങനെ നിസ്കരിക്കേണ്ടത് എന്ന് പോലും ആളുകൾക്കറിയാത്തൊരു കാലഘട്ടം വരുന്നു. അപ്പം അത് വന്നിട്ടില്ല, വരാനിരിക്കുന്ന കാലഘട്ടമാണ്. മാത്രമല്ല വതബ്ഖാ ത്വായിഫത്തും മിനന്നാസ്, അതിൽ കുറച്ച് ആൾക്കാർ ബാക്കിയാകും. അപ്പോൾ അതിൽ ഒരു വയസ്സായ പുരുഷനുണ്ടാവും, ഒരു വയസ്സായ പെണ്ണുണ്ടാവും. ഇവർ രണ്ടുപേരും പറയും, യഖൂലുൻ അദ്റക്ന ആബാഅനാ അലാ ഹാദിൽ കലിമ, നമ്മളെ വാപ്പമാരൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അതെന്തേനു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ഇത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ നിസ്കാരമെന്നോ അതുപോലെ തന്നെ എന്താണ് നോമ്പെന്നോ സദഖെന്നോ ഒന്നും അറിയാത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ശരിക്കും ഒരു ജഹാലത്തിലേക്ക് വഴിമാറിപ്പോകുന്നൊരു കാലഘട്ടം വരാനുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടുന്ന കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയുൻസഅന്നൽ ഖുർആൻ മിൻ ബൈനി അദ്ഹുരിക്കും, നിങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടും. യസ്രി അലൈഹി ലൈലൻ ഫയദ്ഹബു മിൻ അജ്വാഫിർ റിജാൽ, ഒരു രാത്രി ആണ് സംഭവിക്കുക. ആ രാത്രി കഴിയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ പിന്നെ ഖുർആൻ ഉണ്ടാവില്ല. ആർക്കും ഹിഫ്ദ് ഓതാൻ കഴിയില്ല, ഖുർആൻ ഓതാൻ അവർക്ക് കഴിയില്ല. ഫലാ യബ്ഖാ മിനൽ അർദി മിൻഹു ശൈഉൻ, അങ്ങനെ ഭൂമിയിൽ നിന്ന് അതൊക്കെ ഏറ്റവും അവസാന കാലത്ത് സംഭവിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഭൂമിയിൽ നിന്ന് ആളുകൾക്ക് ഖുർആൻ ഓതുന്നൊരവസ്ഥ ഉണ്ടാകില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് മുസ്ഹഫിൽ നിന്നും ഖുർആൻ ഉയർത്തപ്പെടുന്ന, നമ്മൾ ഖുർആൻ മുസ്ഹഫിൽ തുറന്നു വെച്ചാൽ മുസ്ഹഫിൽ ഖുർആൻ കാണുന്നുണ്ടല്ലോ, ആ ഖുർആൻ്റെ റസ്ം പോലും ഉയർത്തപ്പെടും. ഫലാ യബ്ഖാ ഫി സുദൂരി മിൻ കലിമത്തുൻ വലാ ഫിൽ മുസ്ഹഫി മിൻഹു ഹർഫുൻ. ഇമാം സ്വഹീഹ് ഹദീസാണ്. മുസ്ഹഫിൽ ഒരു ഹർഫും ബാക്കി ഉണ്ടാകില്ല. ഹൃദയങ്ങളിൽ മനുഷ്യന്മാർക്ക് ഖുർആൻ ഓതാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ വ്യഭിചാരങ്ങൾ വർദ്ധിക്കും. അപ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ പലതും കേട്ടതായിരിക്കും, മിൻ അശ്റാത്തി സഅത്തി യദ്ഹറു സിന, അവിടെ നമ്മൾ ആ വാചകം ശരിക്കും ശ്രദ്ധിക്കണം. വ്യഭിചാരം വർദ്ധിക്കുമെന്നല്ല പ്രവാചകൻ പറഞ്ഞു, പണ്ടേ വ്യഭിചാരമുണ്ട്. പക്ഷേ ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി പ്രവാചകൻ പറഞ്ഞു യദ്ഹറു സിന, യക്തുറു സിന എന്നല്ല, യക്തുറുന്ന വർദ്ധിക്കാന്ന്. യദ്ഹറു സിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പരസ്യമാകുന്ന വ്യഭിചാരം. സാധാരണ പണ്ടൊക്കെ ആളുകൾ വ്യഭിചരിച്ചിരുന്നത് എങ്ങനെയാണ്? രഹസ്യമായിട്ട്, ആരും കാണാതെ. ഇന്നിപ്പോൾ ചുംബന സമരം എവിടെ നടന്നത്? നമ്മുടെ കേരളത്തിലാണ്. പ്രൈഡ് മാർച്ചുകൾ എവിടെ നടക്കുന്നത്? നമ്മുടെ മലപ്പുറത്തൊക്കെയാണ്. നിറ തുണി കഴിച്ചിട്ട് സ്ഥലവും പള്ളും ഒക്കെ പുറത്ത് കാണിച്ചിട്ട്, അമേരിക്കയിലൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ നഗ്നന്മാരായിട്ടാണ് മാർച്ചെടുത്തത്, ആണും പെണ്ണും. അതാണ് നമ്മുടെ LGBTQ ഒക്കെ എന്താ പറയുക സംസ്കാരം എന്ന് പറഞ്ഞു. അതിപ്പോൾ നമ്മുടെ സ്കൂളുകളിലും ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക പാഠപുസ്തകങ്ങളിലൊക്കെ അതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളെ പെണ്ണുങ്ങൾ എങ്ങനെ നടന്നീനെ മലപ്പുറത്ത് കൂടെ ഒക്കെ, അത് മുസ്ലിം ഒരു ജാതി നോക്കട്ടെ, നമ്മൾ മുസ്ലിം പെണ്ണുങ്ങളും അമുസ്ലിം പെണ്ണുങ്ങളും കുട പിടിക്കൂലേ? അത് മഴക്കാലത്താണെങ്കിലും വേനൽക്കാണെങ്കിലും കുട ഉണ്ടാവും. ഇങ്ങോട്ട് കുട പിടിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുട കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിക്കും, ഇല്ലേ? വയസ്സങ്ങൾക്ക് പ്രായമൊക്കെ അറിയാം. ഇന്നിപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ നടക്കണേ വരവുണ്ടാൽ നമ്മളും ഇങ്ങോട്ട് മാറിക്കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ മഞ്ചേരി ബസ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോറിക്ഷക്കാരും ബൈക്കുകാരും മാറി കൊടുക്കണില്ലേ? അതുപോലെ ഇപ്പം ഇന്ന് നമ്മൾ പെണ്ണുങ്ങൾ വരുന്നുണ്ടാൽ മുട്ടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളിങ്ങോട്ട് വാങ്ങി. ഇപ്പം നമ്മളെ സ്കൂൾ കുട്ടികളൊക്കെ സംസ്കാരം നോക്കി. പണ്ടൊക്കെ ഞങ്ങളൊക്കെ, നമ്മൾ ചെറുപ്പക്കാരനാണല്ലോ, നമ്മളൊക്കെ സ്കൂൾ പഠിച്ച കാലത്ത് സ്കൂൾ വിട്ടാൽ ആൺകുട്ടികളുടെ സൈഡിലും റൂട്ടിൽ പെൺകുട്ടി ഇറങ്ങാൻ ഓർമ്മല്ലേ? ആൺകുട്ടികൾ റോഡിൻ്റെ ഒരു സൈഡിലും പെൺകുട്ടികൾ വേറെ സൈഡിൽ കൂടെ പോവുക. അത് കർശന നിയമമായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? ഇതൊക്കെ വിശ്വാസം, ഇതൊക്കെ
ഇതൊക്കെ സിനയാണ്. വ്യഭിചാരത്തിലേക്കുള്ള വഴികൾ ഇന്ന് വളരെ ഓപ്പണാണ്. ഇന്നിപ്പോൾ ആധുനിക പഠനം പറയുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വ്യഭിചരിക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും എവിടെ നിന്നാണെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ കുടുംബം ആ കസിനാണ്, അവൻ്റെ ആങ്ങളെയാണ്. ആര് പറഞ്ഞ ആങ്ങളെയാണ്? അമ്മായിൻ്റെ കുട്ടിയും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര മിംഗ്ലിംഗ് ആണല്ലോ ബന്ധങ്ങൾ. പക്ഷേ ഇസ്ലാം മെഹറമായി നിശ്ചയിച്ചതിന് അപ്പുറത്തേക്ക് പോയിട്ട് ചാടിപ്പോയിട്ട് നമ്മൾ മെഹറം ഉണ്ടാക്കി. കസിൻസൊക്കെ ഭയങ്കര മെഹറമാണ്. ആര് പറഞ്ഞു മെഹറമാണ്? കസിൻസ് മെഹറമല്ല ഇസ്ലാമിൽ. അത് ഇസ്ലാമിൽ ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. പക്ഷെ ഇന്ന് സമൂഹത്തിൽ ആളുകൾ എന്താ വെച്ചാൽ പരസ്പരം കൈ കൊടുക്കുന്നു. ഒരു കല്യാണത്തിന് വന്നാൽ അമ്മാൻ്റെ കുട്ടിക്ക് കൈ കൊടുക്കാത്തതുകൊണ്ട് കൈ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെ സ്ട്രോങ് ആണോന്ന് ചോദിക്കുക. ഇത് നമ്മൾ സ്ട്രോങ് ആക്കിയതിൽ അള്ളാൻ്റെ ദീന് വ്യഭിചാരത്തിലേക്കുള്ള വഴികൾ അടച്ചതാണ്. വലാ തഖറബുസ്സിന എന്നത് പറഞ്ഞത്. അപ്പം എന്താ വെച്ചാൽ വ്യഭിചാരങ്ങൾ വർദ്ധിക്കുമെന്നല്ല, വ്യഭിചാരങ്ങൾ പരസ്യമാകും. അപ്പം അന്ന് നമ്മളെ സ്കൂൾ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം. എങ്ങനെ ബാഗിൽ നമ്മളൊക്കെ പോണ കാലത്ത് ബാഗിൽ ചോറ്റും പാത്രം ഉണ്ടാവും, ബുക്കും ഉണ്ടാവും. പക്ഷെ ഇന്ന് വേറൊരു ബോക്സ് കൂടി ഉണ്ടാവും. അതിനുള്ള എന്താ അറിയാം, മാശൊരു 5 മിനിറ്റ് ബില്ലടിച്ച് വരാൻ നേരം വയ്ക്കിയാൽ ബോക്സ് തുറക്കുക, ഇപ്പോൾ ഓളെ ചുണ്ടുമൽ വരച്ചു കൊടുക്കുക, ഓള് പെണ്ടെ ചുണ്ട് വരച്ചു കൊടുക്കുക. സ്കൂളിൽ നടക്കണം. മാഷന്മാർ പറയണം. നമ്മളെ മലപ്പുറം ജില്ലയിലും വലിയ മുജാഹിദിൻ്റെ സ്കൂൾ വരെ നടക്കുന്ന സംഗതി. അത് വലിയ മുജാഹിദിൻ്റെ കുട്ടികൾ ഇപ്പോൾ തട്ടമ്പടെ എത്തിക്കണം. പൗതിക്കലാണ് തല, ഇനി കുറച്ചും കൂടെ എത്തും. ഇതൊക്കെ എന്താ വെച്ചാൽ വ്യഭിചാരത്തിലേക്ക് ഇങ്ങനെ തുറന്ന് പോവാണ്. അപ്പം നമ്മുടെ കുട്ടികളെ പാൻ്റ് ഉണ്ടല്ലോ, നിങ്ങൾ പെൺകുട്ടികളൊക്കെ ആൺകുട്ടികൾ ധരിക്കുന്ന അതേ വസ്ത്രമാണ് ഇന്ന് എന്ത് ചെയ്യണത് പെൺകുട്ടികൾ ധരിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം ജെൻഡർ ന്യൂട്രലാണ് ഡ്രസ്സ്. ഇതൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മുടെ കൗമുക്ക് ഇതൊന്നും വരില്ല. ഇതൊക്കെ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കില്ല. അത് മലപ്പുറം ജില്ല ഏതായാലും എന്നൊക്കെ നമ്മളെ നാടൊക്കെ ഇതൊക്കെ എവിടെ നമ്മൾക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ വില അറിയില്ല. മറ്റുള്ളവർക്ക് വേഗം തൊള്ളിയും കാട്ടി മാന്തി എടുക്കാൻ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഉഷാറ്. നമ്മളെ മുസ്ലിം സമുദായമാണ് മറ്റുള്ളവരുടെ സംസ്കാരം ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത്. നമ്മളാണ് ഏറ്റവും മുമ്പിൽ. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവരേക്കാളും നല്ല സംസ്കാരം ഉള്ളതാർക്കാ? നമുക്കാണ്. അത് നമുക്ക് ഓർമ്മയില്ല. നമ്മളെ സംസ്കാരം പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മളെ വിഷയത്തില്ല. ഏതായാലും പിന്നെ സിനകൾ വർദ്ധിക്കുന്ന അല്ലെങ്കിൽ അത് പരസ്യമായി വരുന്ന പ്രവാചകൻ പറഞ്ഞ അവസാനം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ പിന്നെ ഫല്ലദി നഫ്സി ബിയദിഹി ലാ തഫ്നിഹാദിൽ ഉമ്മ, ഈ ഉമ്മത്ത് നശിക്കുകയില്ല ഹത്താ യഖുമു റജുലു ഇംറഅത്തിൻ ഫയഫ്തരിശുഹാ ഫി ത്വരീഖ്, വഴിയിൽ വിരിച്ചുകൊണ്ട് അവർ കിടക്കുന്ന. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, പൊതു പാർക്കിലൊക്കെ പോയി നോക്കി. നബി പറഞ്ഞ ഈ ഹദീസ് കാണാൻ വേണ്ടി പോകണ്ട കേട്ടോ. പ്രവാചകൻ പറയാണ് പൊതുവായ വഴിയിൽ ആണും പെണ്ണും വിരിച്ച് കിടക്കും, അവിടുന്ന് പരസ്യമായി വ്യഭിചരിക്കും. ഫയകൂനു ഖിയാറുഹും, അപ്പോൾ അതിലൂടെ നടന്നു പോകുന്ന ഏറ്റവും ഹൈറുള്ള മനുഷ്യൻ ആരായിരിക്കും എന്നറിയും? അയാൾ പറയും നിങ്ങൾ ഇത് ചെയ്യണ്ടെന്നല്ല, ഒന്ന് സൈഡിക്ക് മാറിന്നോട്ടെ എന്ന് പറയുന്നവനായിരിക്കുമല്ലോ ഹൈറുള്ളവനോ. ഓനതിന് സമ്മതം തന്നെയാണ്, പക്ഷെ ഓനെ എത്ര എതിർക്കണുള്ളൂ? ഇവിടുന്ന് ഇത് നടക്കണ വയ്യല്ലേ, ഇവിടുന്ന് ചെയ്യേണ്ട. നിങ്ങൾ ആലോചിക്കുക, ഇന്നിപ്പോൾ പരസ്യമായ ഈ പിന്നെ ബീച്ചുകളിലും അതുപോലെ തന്നെ ഈ എന്താ പറയുക പാർക്കുകളിലൊക്കെ നടക്കണം. എന്താ ഈ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് പരസ്യമായിക്കൊണ്ട് ആണും പെണ്ണും. പിന്നെ ഇവനോട് ഡൽഹിയിൽ പഠിക്കുന്നൊരു കുട്ടി പറഞ്ഞു, അവിടെ പോയി നോക്കിയാൽ ഒരു ചാദർ കാണുള്ളതാ പാർക്കിൻ്റെ ഉള്ളിൽ. ഒരു ചാദർ എന്നാണ് മറ്റേ പുതപ്പുണ്ടല്ലോ, പുതപ്പിൻ്റെ ഉള്ളിൽ ആണും പെണ്ണും പരസ്യമായി പാർക്കിൽ. ഇതൊന്നും നമ്മുടെ നാട്ടിലേക്ക് ഇനി എത്താൻ അധികം നേരമൊന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ എത്തിക്കണം. നഅൂദുബില്ലാ. അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും എത്തനഫത്തെയും ഒന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതായത് നമ്മളൊന്നും പറഞ്ഞു കൊടുത്താലും ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെക്കാളും അവർക്ക് ഏറ്റവും സ്വാധീനം ആര്? ബെസ്റ്റിയാണ്. അവൻ്റെ അടുത്ത ഫ്രണ്ടും അവൻ്റെ അടുത്ത പിന്നെ കൂട്ടുകാരിയാണ്. ഉമ്മയും ബാപ്പയും പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവർക്ക് സ്വാധീനം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രയോഗം നിങ്ങൾ നോക്കണം. പിന്നെ ഖിയാമത്ത് നാൾ സംഭവിച്ച് കഴിയുമ്പോൾ എന്ന് പറയും യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. അവിടെ സ്വന്തം ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും അള്ളാഹ് മുന്തിച്ച് ആരെ അറിയോ? യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. സ്വന്തം ഉമ്മാനേക്കാളും അള്ളാഹുവോട് ആദ്യം പറഞ്ഞ ആരെയാണ്? അഹാണ്, ഫ്രണ്ട്സ്. അപ്പോൾ അവൻ്റെ ഉമ്മാനേക്കാളും വലിയ ഫ്രണ്ട്സുകളായിരിക്കും ഒന്നുണ്ടാകുക. അവിടേക്ക് നമ്മൾ പോണത്.
അപ്പോൾ പിന്നെ ഇത് വലിയ അപകടമാണ്. അതുപോലെ തന്നെ വിശ്വാസം പറഞ്ഞ ഫിത്തനകൾ വർദ്ധിക്കും. അപ്പം നിങ്ങൾ ആലോചിക്കും, ലോകത്ത് ഒരു സമാധാനത്തോടുകൂടി ഒരു പേപ്പർ വയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും കഴിയുണ്ടോ? ഒരു പ്രശ്നമില്ലാത്ത ഒന്നുകിൽ മയക്കുമരുന്ന്, കഞ്ചാവ്, വിചാരം, യുദ്ധം, കൊല, മരണം, തന്നെ ആ ഒരു ഇപ്പം ശരിക്കും പേപ്പർ വായിച്ചാൽ മനുഷ്യന് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു പേപ്പർ, ഒരു മീഡിയ കണ്ടാൽ, ഒരു ചാനൽ അരമണിക്കൂർ വാർത്ത കേട്ടാൽ ഒരു മനസ്സമാധാനം കിട്ടുന്ന വാർത്ത ഉണ്ടോ? അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അങ്ങോട്ടാക്കി, അവിടെ കൊന്ന്, ആ മയക്കുമരുന്ന് അങ്ങോട്ട്, ആ രാജ്യം അങ്ങോട്ട് ബോംബിട്ട്, ഇവിടെ കുട്ടികൾ കൊല്ലപ്പെട്ട്, അവിടെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്ന് പറഞ്ഞാൽ ഫിത്തനകളോട് ഫിത്തനയാണ്. വിശ്വാസം പറഞ്ഞ ഇന്ന ബനിയത് സാഖിതഅൻ ഫിത്തന ഖഖതഅല്ലൈൽ മുദ, ഇരുട്ടിൻ്റെ രാവിൻ്റെ ഇരുട്ട് പോലത്തെ ഫിത്തനകൾ ഉണ്ടാവുന്ന യസ്ബിഹു റജുലു മുഅ്മിൻ, ആ ഫിത്തന ദീനിലുണ്ടാവും. രാവിലെ മുഅ്മിനായിട്ടുണ്ടാവും, അവസാനവൻ വൈകുന്നേരം കാഫറായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. നഊദു ബില്ലാഹ്. ഇപ്പം നിങ്ങൾ ആലോചിച്ചു, എത്ര മുസ്ലിം പെൺകുട്ടികളാണ് ഈ പിന്നെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് കൊണ്ട് പോകണമെന്നറിയാം. കുറേ ആൾക്കാർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വരുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ എമ്പാടും വരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ നമ്മുടെ മുസ്ലിം തറവാട്ടിൽ പിറന്ന എത്ര പെൺകുട്ടികളും ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ്. നിങ്ങൾ ആലോചിക്കണം, അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി പോകുക. ഇപ്പം എനിക്ക് തന്നെ അറിയാം എത്ര കേസുകളുണ്ട്. നമ്മുടെ പള്ളിയിൽ ജുമുഅക്ക് വരുന്ന കുട്ടികൾ, നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, സിയാറി എടുക്കുന്ന കുട്ടികൾ, അന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ RSSകാരൻ്റെ കൂടെ ഓടിച്ചോടിപ്പോകും. നിങ്ങൾ ആലോചിക്കും, എന്തിനു വേണ്ടിയാണ്? പരലോകമാണോ? അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞ ദുനിയാവിന് വേണ്ടി പരലോകം വിൽക്കുന്നവനേക്കാൾ വലിയ നഷ്ടമാർക്കാണ്. ഇതൊന്നും ആളുകൾ ചിന്തിക്കണില്ലല്ലോ. ഒരു നൈമിഷികമായ സുഖജീവിതത്തിന് വേണ്ടി എപ്പോഴാണ് അവരുടെ ജീവിതം അവസാനിക്കുക? ഇനിയിപ്പോൾ എന്താ ഉണ്ടാകുക? ഏതെങ്കിലും ട്രെയിനിൻ്റെ ചൂട്ടിൽ കിടക്കും, അതിലേക്ക് ഏതെങ്കിലും പാലത്തിൻ്റെ ചൂട്ടിൽ മയ്യത്തുണ്ടാവും. ഇതെല്ലാം ഉണ്ടാകുക. ഇതൊന്നും നമ്മുടെ കൗമ ചിന്തിക്കണം. ദീനിൽ നിന്ന് വിട്ടുപോകാൻ പ്രവാചകൻ ഇതൊക്കെ ലോകത്ത് സംഭവിക്കും. അതുപോലെ തന്നെ ഫിത്തനുകൾ ഉണ്ടാകും. ഇറാഖിൻ്റെ ഭാഗത്താണ് ഫിത്തനുകൾ ഉണ്ടാകുക. ഹുനാക്ക സലാസിൽ ഫിത്തൻ, അവിടെ നിന്നാണ് ലോകത്തെല്ലാ ഫിത്തൻ്റെ. ഇന്നും അവിടെ തന്നെ ഫിത്തനുകൾ, ഷിയായിസത്തിൻ്റെ ഫിത്തനയും ഖാദിയാനിസത്തിൻ്റെ ഒക്കെ ഏകദേശം ആ ഭാഗത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ പ്രവാചകൻ പറഞ്ഞു, മുസ്ലിമീങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ പിൻപറ്റുന്ന, അതൊക്കെ വേഗം വിശദീകരിച്ചു പോട്ടെ. മുസ്ലിമീങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ പിൻപറ്റുന്ന കാലഘട്ടം വരും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ നബിദിനം ഒരു 25 കൊല്ലം മുമ്പുള്ള നബിദിനം ഇപ്പോഴത്തെ നബിദിനം നോക്കി. പണ്ടൊക്കെ നബിദിനം എന്ന് പറഞ്ഞാൽ, പണ്ട് നബിദിനം ഉണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 മൗലായ സെല്ലിങ്ങനെ, പിന്നെ ആ കുട്ടികളൊന്ന് മറ്റേ എന്താ പറയുക, മറ്റേ ഈന്തപ്പനൻ്റെ ഇതിമേൽ കൂടിയും തൂക്കിയാണ്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ ചെല്ലി അത് കഴിഞ്ഞ് നബിദിനം കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം മദ്രസയിൽ പരിപാടി. ഇന്ന് എന്താണോ ക്രിസ്ത്യാനികൾ ക്രിസ്മസിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനല്ല ചെയ്യണത്. ഉണ്ണിയേശു ഉണ്ടാക്കുക, പുൽക്കൂടുണ്ടാക്കുക, പള്ളി അലങ്കരിക്കുക. എന്താണോ ആ ക്രിസ്ത്യൻ സമുദായവും ജൂതന്മാരും എന്താണോ അവിടെ പ്രവാചകന്മാരുടെ ജന്മദിനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖബർ കെട്ടിപ്പൊന്തിക്കുക, അവിടെ ചാറുണ്ടാക്കുക. ഇതൊക്കെ മുസ്ലിം സമുദായം റസൂൽ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ തഅഖുദു ഉമ്മത്തി ബിഅഖദിൽ ഖുറൂനി ഖബ്ല ശിബ്റൻ ബിശിബ്റൻ വദിറഅൻ ബിദിറ. ചാണിന് ചാണും മുഴത്തിന് മുഴമായിട്ട് വരും. പ്രവാചകൻ പറയുന്നത്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ ആരെയാണ് പിൻപറ്റുന്ന നബിങ്ങൾ പറഞ്ഞു, ജൂതന്മാരും നസ്രാണികൾ. കാരണം അവർക്ക് ചിന്തിക്കാൻ വരികയില്ല, കാരണം അത്ര ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് അവർ. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ വലിയ ശത്രുക്കളായ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞങ്ങൾ പിൻപറ്റുമെന്നാണോ നബി നിങ്ങൾ പറയുന്നത്? നബി ചോദിച്ചു, വേറെ ആരെയാണ്? അവരത്തെ ഞങ്ങൾ പിൻപറ്റും. മാത്രമല്ല, ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു ബിൽ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുമായിക്കൊണ്ട് വിഗ്രഹാരാധകന്മാരുമായിക്കൊണ്ട് കൂടുന്നത് വരെ ഖിയാമത്താണ് സംഭവിക്കില്ല. ഇപ്പോൾ പൂരത്തിന് ഉദ്ഘാടനം ചെയ്യണത് ആരാ? നമ്മൾ വലിയ ആൾക്കാരല്ലേ, ആളൊന്നും പറഞ്ഞില്ല. പൂരം വിജയിപ്പിച്ചു കൊടുക്കണ ആരാ? ഇന്നിപ്പോൾ മാപ്പിള പൂരങ്ങളല്ലേ. ചണ്ട കൊട്ടൻ്റെ രണ്ടിടത്തും തന്നെ, ആന രണ്ടിടത്തും തന്നെ, PPP രണ്ടിടത്തും തന്നെ, ജാറത്തിലും ഇവിടെ തന്നെ, മറ്റിടത്തും തന്നെ. ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുമായി കൊണ്ട് കൂടിക്കണം. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, ഹത്താ തഅബുദൽ ഔസാൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ വരും. നിങ്ങളിവിടെ മണ്ണാർക്കാട് പോയി നോക്കി, നാട്ടുകല്ല് എന്നൊരു സ്ഥലം ഉണ്ടോ? കണ്ടില്ലേ? റോഡ് സൈഡിൻ്റെ അടുത്ത് കല്ലിനെ ആരാധിക്കണവർ. ഈ ഉമ്മത്ത് കല്ലിനെ ആരാധിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ആ കല്ലിനോട് പ്രാർത്ഥിക്കുക, വള്ളിയോട് പ്രാർത്ഥിക്കുക. പിന്നെ തിരൂര് 2 ജാറുണ്ട് യാഹൂത്തങ്ങൾക്ക്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, രണ്ടിടത്തും ആളുകൾ. കാരണം എന്താ വെച്ചാൽ ഒരു അടി കൂടെ ചില സമയത്ത് ഇവിടെ ഉണ്ടാവും,
അടി കൂടെ പുറത്ത് വരുന്ന. കാരണം ഈ കച്ചവടക്കാരുണ്ടാക്കിയതാണ്. ഇപ്പോൾ 2 സ്ഥലത്തും കച്ചവടം നടക്കും. കാര്യമായിട്ട് കച്ചവടം നടക്കുന്നത് വെച്ചാൽ വാഴക്കൊല. ഞങ്ങൾക്ക് അവിടെ പോയി അറിയാം, റോട്ടിൽ കൂടെ പോകുമ്പോൾ പറയാം, ഫുള്ള് വാഴക്കൊലയ്ക്കാരം. വാഴക്കൊല ഇവിടുന്ന് നേർച്ചയ്ക്ക് അവിടെ പോയി വാങ്ങും, 500 ഉറുപ്പിക എടുത്ത് വാഴക്കൊല വാങ്ങും, അവിടെ വെക്കും. 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പുറത്ത് കൂടെ കൊണ്ടുവന്ന് പിന്നെയും പെട്ടെന്ന് വെക്കും. അപ്പോൾ ഒരു വാഴക്കൊല കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ എത്ര പൈസ ഉണ്ടാക്കണത് നിങ്ങൾ ഈ ഒടുക്കാതൊക്കെ. ദുനിയാവ് ദീന് വിറ്റിട്ട് ദുനിയാവുണ്ട്. അത് റസൂൽ പറഞ്ഞില്ലേ, ഇതൊക്കെ ഫിത്തനകളാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ ഖബർ കെട്ടിപ്പൊന്തിച്ച് ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ. ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിനെയാണ് ആരാധന കേന്ദ്രമാക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സ്വന്തം നബിമാരെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കിയിട്ട് അള്ളാഹിൻ്റെ ലഅനത്തുണ്ടായി. പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കണം. ഊരും പേരും അറിയാത്ത പോലെയല്ല ഒരു ഖബർ കെട്ടിപ്പൊന്തിച്ച്. ഒരു മാന്യന്മാരാണ്. മാന്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ കോമിനെക്കാട്ടിലും. ജൂതന്മാരിപ്പം ഈ ക്രിസ്ത്യാനികളിലൊക്കെ ഒരാളെ വിശുദ്ധയായി പ്രഖ്യാപിക്കണമെങ്കിൽ വളരെ പ്രൊസീജിയറുകളുണ്ട്. അതിന് ഒരുപാട് കറാമത്തുകൾ സ്ഥിരപ്പെടുത്തി അത് പിന്നെ വത്തിക്കാനിൽ പോയി വത്തിക്കാനിൽ ശൂറ കൂടി ആ വത്തിക്കാനിൽ നിന്നാണ് ഒരാളെ ഓലെ വലിയായി പ്രഖ്യാപിക്കുക. നമുക്ക് വലിയാണെങ്കിലോ ഇപ്പോൾ തൃപ്പച്ചിൻ്റെ നാട്ടിൽ ഒരാളുടെ വലിയാണല്ലോ, നമ്മളാണ് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ പിന്നെ എന്താ പറയുക, ഓച്ചിറ ഒരാൾ ചങ്ങായി, അയാൾ പേര് ദാമോദരൻ എന്നാ, അയാൾ വലിയാണ്. ആരെ പ്രഖ്യാപിക്കണം? നമ്മൾ പ്രഖ്യാപിക്കന്നെ. ഇവിടെ കറാമത്തുണ്ടാക്കുക. ഇവിടെ നമ്മുടെ മറ്റു കൗമിനേക്കാൾ അധപ്പതിക്കുന്നൊരവസ്ഥ നമ്മൾക്കുണ്ടായിരുന്നു. ഓതുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ അന്ത്യനാളിൻ്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇതൊക്കെ പോകുന്നുള്ളതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ പുകഴ്ത്തുന്നതിൽ അതിര് കവിയാൻ പാടില്ല. വലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ. ഈസാ നബിയെ അള്ളാഹ് അവർ മദ്ഹ് ചെയ്ത് അള്ളാഹിൻ്റെ പുത്രനാക്കി. അപ്പോൾ നമ്മുടെ ഖൗമിനെ ഹദീസിനെ വ്യാഖ്യാനിക്കണം. മതി എത്ര ചെയ്യുക, പക്ഷെ അവസാനം അള്ളാഹിൻ്റെ പുത്രനാണ് മുഹമ്മദ് നബി എന്ന് പറയാൻ ഞാൻ മതി. എങ്ങനെയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ജൂതന്മാർ ഈസാ നബിനെ മദ്ഹ് ചെയ്ത് അതിക്രമിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചെയ്യരുതെന്ന് പറഞ്ഞപ്പം നമ്മുടെ ഖൗമിനെ വ്യാഖ്യാനിച്ച് എന്താ വെച്ചാൽ എത്രയും മദ്ഹ് ചെയ്യാൻ നബി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്ത് പറയാതെ മതി, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ മോനാന്ന് പറയാൻ മതി, ബാക്കി എല്ലാ മതങ്ങളും നിങ്ങൾക്ക് അനുവദനീയമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, സംഗീതങ്ങൾ വ്യാപകമാകും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ സ്കൂളിലൊക്കെ സംഗീതം ഇല്ലാതെ വലിയ പരിപാടി നടക്കുമോ? നമ്മളൊക്കെ കാലത്തൊക്കെ സ്കൂളുണ്ടല്ലോ. പക്ഷെ അന്നുകൊണ്ട് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും, പക്ഷെ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ DJ പാർട്ടികളാണ് എല്ലാത്തിനും. അത് എല്ലാ പാർട്ടികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണത്. പ്രവാചകൻ സയകൂനു ഫി ആഖിരി സമാനി ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ. ഖിയാമത്ത് നാളിൻ്റെ പിന്നെ അടുത്ത് ആളുകൾക്ക് രൂപമാറ്റം സംഭവിക്കും. മനുഷ്യന്മാരെ കോലം മാറുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ആളുകളെ വിളിച്ച് പിന്നെ ആളുകളെ പിന്നെ താഴ്ത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഭൂമിക്കോലാണ് പിന്നെ അവിടെ കെട്ടിടത്തോട് താഴ്ത്തുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം നബിനോട് സഹാബിച്ച് ചോദിച്ചു, ഒമത്താ ദാലിക യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ളഹറത്തിൽ മആസിഫ് വൽ ഐനാത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു പരസ്യമാകുക, സംഗീത കച്ചേരികൾ പരസ്യമാവുകയും പിന്നെ കവ്വാലി നർത്തകിമാർ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഇത് ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സംഗീതം ഹറാമായ സംഗീതത്തെ ഹലാലാക്കുന്ന ആൾക്കാരുണ്ടാവും. അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടോ ഹദീസ് ഓതിക്കൊണ്ടോ സംഗീതത്തിന് എന്താ കുഴപ്പം ചോദിക്കുന്ന ആൾക്കാർ മുസ്ലിം സമുദായത്തിലുണ്ട്. ലയഖൂലന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ഖൗമിൽ ചില ആളുകൾ വരും, അവർ യസ്തഹില്ലൂന ഹലാലാക്കുന്നവരായിരിക്കും. ഹറാമിനെ ഹലാലാക്കും. എന്തിന്? ഹിറ വ്യഭിചാരത്തെ. അതിനൊന്നും വലിയ കുഴപ്പമില്ല, അതൊക്കെ ഇപ്പോൾ ആരാ ചെയ്യാത്ത? അങ്ങനെയാണ്, ഒക്കെ നോർമലൈസ് ആണല്ലോ. ഇപ്പോൾ വ്യഭിചാരവും അതുപോലെ തന്നെ സൗവർഗരിതും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തല്ല തെറ്റല്ലല്ലോ. എന്തുണ്ടായത്? ഈ പരസ്പര എന്താ ഉഭയകക്ഷിയോട് പിന്നെന്താ പറഞ്ഞത്, അതങ്ങനെയല്ല പറഞ്ഞത്. ഉഭയകക്ഷി സമ്മതത്തോടു കൂടി എന്ത് ചെയ്യാം? വ്യഭിചരിക്കാം. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതിക്ക് കുറച്ച് ബോധം വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനം പറഞ്ഞു വെച്ചാൽ അത് പിന്നെ ഒരു അന്യനാണെന്ന ബോധം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് നല്ലതെന്നൊക്കെയാണ് ഇപ്പോൾ ബോധം വരും. കാരണം എന്താ വെച്ചാൽ ഇത് ആദ്യം ഉഭയകക്ഷി ബന്ധം ഉണ്ടാവും, കല്യാണം വിവാഹ വാഗ്ദാനം നൽകി പീഡനമെന്നറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് എന്ത് പീഡനപ്പ്. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യുക. പിന്നെ കല്യാണം കഴിക്കണം പറയേണ്ട ആവശ്യമുണ്ടോ?
അപ്പോൾ പിന്നെന്താ വെച്ചാൽ അബദ്ധത്തെ പറ്റി കോടതി പോകും. അപ്പോൾ കോടതികൾക്ക് ഈ കേസ് വർദ്ധിച്ചപ്പോൾ കോടതി പറഞ്ഞ് സൂക്ഷിച്ചാൽ അതൊക്കെ കണ്ട. അതാണ് ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോകണ്ടാന്ന്. അതുപോലെ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, കള്ളുകുടി വ്യാപകമാകുന്ന അഥവാ പിന്നെ മദ്യം വ്യാപകമായി കുടിക്കപ്പെടുന്ന അവസ്ഥ. അപ്പോൾ നിങ്ങൾ ആലോചിക്ക്, പണ്ട് കാലത്തൊക്കെ മുസ്ലിം സമുദായത്തിൽ കള്ളുടിക്കുന്ന ആൾക്കാർ ഉണ്ടോ വെച്ചാൽ വളരെ അപൂർവമല്ലേനോ. അപ്പോൾ ഏത് മഹലിനെടുത്ത് നോക്കി ചെറുപ്പക്കാരിൽ എത്ര ആൾക്കാർ കള്ള് കുടിക്കുന്നുണ്ടോ എന്നല്ല നോക്കണ്ടേ, ഇല്ല നോക്കണ്ടേ. എത്ര ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല, എത്ര ആൾക്കാർ ഇതൊന്നും ഉപയോഗിക്കാത്തവരുണ്ട് എന്ന കണക്കാണ് വേഗം എടുക്കാൻ എളുപ്പം. അവിടേക്ക് എത്തിയമ്മളാവും. മനസ്സിലായില്ലേ? സ്കൂളുകളിൽ അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ എന്താ വെച്ചാൽ ഇതിപ്പോൾ ആളുകൾക്ക് എന്താ വെച്ചാൽ അധ്വാനിച്ച് തിന്നാൻ മടിയാണല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്, അധ്വാനിച്ച് ചെറിയ അധ്വാനം കൊണ്ട് വലിയ പൈസ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ പൈസ ഉണ്ടാക്കണതാണ്. അപ്പം അതുകൊണ്ട് മദ്യം വ്യാപകമാകും, കള്ളുകുടി വ്യാപകമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവൻ പ്രവാചകൻ പറഞ്ഞില്ല, സലാസത്തുൻ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, 3 വിഭാഗം ആളുകൾക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. അതിലൊന്ന് മുദ്മിനുൽ ഹംറാൻ, കള്ളു കുടിക്കുന്നവൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ, അതുപോലെ തന്നെ ഈ തോന്നിവാസങ്ങൾ ഉപയോഗിക്കുന്നവൻ. രണ്ടാമത്തത് വൽ ആഖ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ. അള്ളാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കട്ടെ. മാതാപിതാക്കൾ ഒരു മനുഷ്യൻ്റെ വലിയ കൺകുളിർമയും അലങ്കാരവുമാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, മിമ്പറിലേക്ക് കയറുന്ന ദിവസം 3 പ്രാവശ്യം പ്രവാചകൻ ആമീൻ പറഞ്ഞു. 3 ആമീൻ പറഞ്ഞു. ജിബിൽ വന്നിട്ട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ റസൂലുള്ളാഹി സഹാബത്ത് ചോദിച്ചു, എന്താ നബി നിങ്ങൾ പതിവിന് വിപരീതമായ 3 തവണ ആമീൻ പറഞ്ഞത്? അപ്പോൾ ജിബിലിൻ്റെ അടുത്ത് വന്നിട്ട് 3 കാര്യം പ്രാർത്ഥിച്ചു. ഒന്നെന്താ വെച്ചാൽ മൻ അദറക റമളാൻ ഫലാ യുഗ്ഫർ ലഹു, ഒരു റമദാൻ ഒരു മനുഷ്യന് കിട്ടിയിട്ട് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടിയിക്കാൻ അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാളെ നശിച്ചു പോകട്ടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും പേടിക്കേണ്ട ഹദീസാണ്. റമദാനിൽ ഒരു തവണയെങ്കിലും അള്ളാഹുമായിട്ട് ഒഴിഞ്ഞിരുന്ന് പടച്ചോൻ മാത്രം കാണുന്ന അവസ്ഥയിൽ പടച്ചോൻ എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തുകൊണ്ടാ എന്ന് നമുക്ക് പറയാൻ റമദാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ റമദാൻ വെറുതെയാണെന്ന് മാത്രമേ നമ്മൾ നശിക്കട്ടെ എന്ന് ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും നബിയോട് ആമീൻ പറയാൻ വേണ്ടി പറയുകയും ചെയ്തു. രണ്ടാമത് പ്രവാചകൻ ജിബിൽ പ്രാർത്ഥിച്ചത്, പ്രായമായ മാതാപിതാക്കളെ മനുഷ്യന് കിട്ടിയിട്ട് അയാൾക്ക് ആ മാതാപിതാക്കളെ കൊണ്ട് സ്വർഗത്ത് പോകാൻ കഴിയണില്ലെങ്കിൽ അയാൾ നശിച്ചു പോകട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഏകദേശം 90% മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ മണ്ണിൽ വൃദ്ധസദനങ്ങളുണ്ട്. വയസ്സായ അമ്മാനെയും ബാപ്പാനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ അമ്മാക്കും ബാപ്പാക്കും എത്ര ശാരീരിക എന്ത് സുഖം നമ്മൾക്ക് കൊടുത്തിട്ടും കാര്യമില്ല, മനസ്സിന് സുഖം ഉണ്ടെങ്കിലല്ലേ സഹോദരന്മാരെ. അപ്പം അലാഖ് എന്ന് പറഞ്ഞ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് സ്വർഗം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വദ്ദയ്യൂസ്, പ്രവാചകൻ പറഞ്ഞു, അല്ലദീ യുഖിറു അഹ്ലുൽ ഖുബ്സ്, സ്വന്തം കുടുംബത്തിൽ തോന്നിവാസങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നവൻ. വലിയ ആളേക്കാരം പള്ളിയിലൊക്കെ 5 വക്ത് ഉണ്ടാവും, പക്ഷെ അവൻ്റെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പള്ളിയും ഒക്കെ പുറത്തേക്കാറ്. അതിന് ഓന് കുഴപ്പമില്ല, ഓൻ ദയ്യൂസാണ്. സ്വന്തം കുടുംബത്തിൽ ചാരിത്രവിശുദ്ധി, സ്വന്തം കുടുംബത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന, വീഴ്ച വരുത്തുന്നവനും സ്വന്തം സ്ത്രീകളെയും അതുപോലെ തന്നെ സ്വന്തം കുടുംബങ്ങളെയും മറ്റുള്ളവർ കാണുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർ അവർ നോക്കി ആസ്വദിക്കുന്നതൊന്നും ഒരു കുഴപ്പവുമില്ലാത്ത ആൾക്കാണ് ദയ്യൂസ് എന്നറിയാം. അവൻ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ വർദ്ധിക്കും. അപ്പം നിങ്ങൾ ആലോചിക്ക്, എത്രയാണ് ഒരു ദിവസം മനുഷ്യന്മാർ കൊല്ലുന്ന ആളുകളെ. അപ്പം ഇറാനിലൊക്കെ 10-60 പിഞ്ച് പൈതങ്ങളാണല്ലോ മരിച്ചു വീണ്. പ്രവാചകൻ പറഞ്ഞു, അവസാനം എന്താ വെച്ചാൽ എന്തിനാണ് ഞങ്ങൾ അവരെ കൊല്ലുന്നത് എന്നോ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്നോ അറിയപ്പെടാത്തൊരു കാലഘട്ടം. അതിപ്പോൾ അതെല്ലാം നടക്കണം. ഈ ബോംബിടണോന്ന് എന്തിനാണ് ഈ ബോംബിടണം? ഇപ്പം അമേരിക്ക ഹിരോഷിമയിൽ നാഗസാക്കിയിലൊക്കെ ബോംബിട്ട് എത്ര ലക്ഷങ്ങളാണ് മരിച്ചത്. ഈ ഫലസ്തീനിൽ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത്. അവർക്കറിയാം അവരെന്ത് തെറ്റാ ചെയ്ത്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. അതുപോലെ തന്നെ പലിശ വ്യാപിക്കും. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസുള്ള, ഇതൊക്കെ ഒരുപാട് പറയേണ്ട കാര്യമാണ്. ഇന്നിപ്പോൾ പലിശയുമായി ബന്ധപ്പെടാത്തവർ വളരെ കുറച്ചുള്ള സമുദായത്തിൽ വീടിൻ്റെ മതിൽ നന്നാക്കാൻ ലോൺ എടുക്കുകയാണ്. നമ്മൾ വീടിൻ്റെ മതിൽ നന്നാക്കാൻ ലോൺ എടുക്കുക. വിദ്യാഭ്യാസ ലോൺ എടുക്കാത്ത എത്ര ആളുകളുണ്ട് അവിടെ? ഡോക്ടറും എഞ്ചിനീയറും ആകാൻ വേണ്ടി വിദ്യാഭ്യാസ ലോൺ എടുക്കുക.
അതൊന്നും പ്രശ്നമല്ല ആളുകൾക്ക്. പലിശയുമായിക്കൊണ്ട് ബന്ധപ്പെടുക എന്നുള്ളത് പിന്നെ പ്രശ്നമല്ല. റസൂൽ പറഞ്ഞു, ലാ യഅതിയന്ന അലന്നാസി സമാനുൻ ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിനൽ ഹലാൽ അമിനൽ ഹറാം. ആളുകൾക്ക് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ. ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാത്തൊരു കാലഘട്ടം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പള്ളികൾ അലങ്കരിക്കപ്പെടുക, പക്ഷെ ആ പള്ളിയിൽ നിന്ന് ഹിദായത്ത് ഉണ്ടാവില്ല. ഇപ്പം ചില പള്ളികളൊക്കെ, നമ്മളെ പള്ളിയെ പറ്റില്ല, ചില പള്ളികൾ കണ്ടില്ലെങ്കിൽ കോടികൾ ചിലവഴിച്ചതിൻ്റെ അലങ്കാരങ്ങളുണ്ടാവും, പക്ഷെ അവിടുന്ന് ഇതുപോലത്തെ ഒരു ക്ലാസ്സോ അവിടെ ഉള്ള നിസ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്ലാസ് ഉണ്ടാവില്ല, ഉള്ള കുത്തുവൻ അറബിയിലായിരിക്കും, പിന്നെ ഉള്ള നടക്കണം ഉള്ള ഖുറാഫാത്തും വിധത്തേക്കാറ് അല്ലേ. റസൂലുള്ളാഹി പറഞ്ഞ പള്ളികൾ പിന്നെ മാത്രമല്ല, പള്ളികളുടെ വിഷയത്തിൽ ആളുകൾ മത്സരിക്കുന്ന യുബാഹിന്നാസ് ഫിൽ മസാജിദ്. ഞങ്ങളുടെ പള്ളിക്ക് 1 മിനാറിലുള്ളൂ, നമ്മുടെ പള്ളിക്ക് 2 മിനാറുണ്ട്, ഞങ്ങളുടെ മിനാരത്തിന് 6 മീറ്റർ നീളമുണ്ട്, അതിന് മത്സരമാണ്. അതുപോലെ തന്നെ പക്ഷേ അതിന് ഇമാറത്തുള്ള ആ പള്ളിയിൽ വരുന്ന ആളുകൾ വലാ യഅമിറൂനഹ ഇല്ലാ ഖലീലൻ, ആ പള്ളിയിൽ വരുന്ന ആളുകൾ കുറവായിരിക്കും. പള്ളിക്ക് വലിയ പള്ളി ഉണ്ടാവും, സുബൈ ജമാഅത്തിന് എത്ര ആളുണ്ടാവും? ആ മഹല്ലിലെ സുബൈ ജമാഅത്തിന് എത്ര ആളുകളുണ്ടോ അവരാണ് ശരിക്കും ആ മഹല്ലിലെ ഒറിജിനൽ മെമ്പർമാർ. ആ പള്ളിയിൽ എന്നും ഉണ്ടാണ് ഒറിജിനൽ മെമ്പർമാരെന്ന്. പിന്നെ റമദാനൊക്കെ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ 2, ഇപ്പോഴത്തെ പള്ളിക്ക് നമ്മളെ പള്ളിക്ക് എന്താ വെച്ചാൽ റമദാൻ്റെ ആദ്യത്തെ 2 ദിവസമൊക്കെ സുബൈക്ക് പള്ളി നിൽക്കാൻ സ്ഥലം ഞാൻ. ഇവരൊക്കെ എവിടെ പോയി? അവരൊന്നും മരിച്ചു പോയില്ലല്ലോ. മരിച്ചു പോയി നമ്മളറിയാലോ, മരിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ നിങ്ങൾ ഒരു ദീൻ എന്ന് പറഞ്ഞ ഒരു ആവേശത്തിൽ നടക്കുക, ഒരു ഫുട്ബോൾ കാണാൻ പോകണം, പിന്നെ ഇങ്ങോട്ട് പോരുക, ഇതെല്ലാം ദീൻ എന്ന് പറഞ്ഞ സഹോദരൻ. നമ്മൾ ഓരോ മൈക്രോ സെക്കൻഡിലും അള്ളാൻ്റെ നിയമത്തിലല്ലേ ജീവിക്കണം. നമ്മൾ വലിച്ച ശ്വാസം ഉള്ളിലേക്ക് പോയിട്ട് എന്തൊക്കെ ഇതിൻ്റെ നടക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ നമ്മൾ കുഴഞ്ഞാൽ വീണില്ലേ? ഈ തലച്ചോറിലൊക്കെ ഈ സമയത്തും എത്രയോ ലക്ഷക്കണക്കിന് പിന്നെ നാഡീ ഞരമ്പുകളും കോടിക്കണക്കിന് നാഡീ ഞരമ്പുകളും ഇതൊക്കെ തെറ്റാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, ഈ നമ്മുടെ കഴുത്തിൻ്റെ ചുറ്റിലും മസിലുകളുണ്ട്. ഈ മസിൽ നല്ല ലൂസായ തല അങ്ങനെ പോകും, പൊന്തൂല. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ പോളുണ്ട്, കണ്ണിൻ്റെ പോള, ഈ കണ്ണിൻ്റെ പോളയിൽ മസിലുണ്ട്. ഞാൻ എൻ്റെ കാലിൽ പരിക്കേറ്റപ്പോൾ ഈ മസിലിൻ്റെ ലൂസായപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന് പടച്ചോനെ കാണണമെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കാൻ, ഈ ശരീരത്തിൻ്റെ വ്യവസ്ഥതകളെക്കുറിച്ച് പഠിച്ച ഒരാൾക്ക് പടച്ചോനെ നിഷേധിക്കാൻ കഴിയില്ല. ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കി മനുഷ്യന്മാരെന്നുള്ളവർ, നിങ്ങൾ സ്വന്തം മേത്തേക്ക് നോക്കാത്ത. എൻ്റെ അടുത്തൊരു സുഹൃത്ത് സ്ട്രോക്ക് വന്നു. ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ നരമ്പ് ലൂസായിപ്പോയി, മസിൽ ലൂസായിപ്പോയി. വേറെ ഒരു കുഴപ്പമില്ല. ഇവിടുന്ന് ഈ ഭാഗമുണ്ടല്ലോ, ഇവിടുന്ന് നമ്മൾ ഭക്ഷണം ഇറക്കണ ഭാഗം, ഇവിടുത്തെ മസിൽ ലൂസായിപ്പോയി. അയാൾക്ക് ഭക്ഷണം ഇറക്കാൻ കഴിയണില്ല. എത്ര നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഭക്ഷണം ഇറക്കാൻ കഴിയുന്നില്ല, എന്നിട്ട് ഇവിടെ തുളച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ. വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആലോചിക്കും, നമ്മളൊക്കെ എത്രയാണ് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത്. നമ്മളൊക്കെ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറയുമ്പം ആ അൽഹംദുലില്ലാ കനത്തരങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ വെള്ളം കുടിച്ചിട്ട് മൂത്രം പോകുന്നുണ്ടല്ലോ ശരിക്ക്, ഇതവിടെ കെട്ടി നിന്നാൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസത്രയായിരിക്കും. അപ്പം നമുക്കിതൊന്നും പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ പിന്നെ പള്ളികൾ വലിയതുണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ ആളില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്നൊരു 5 പ്രാവശ്യം സുജൂദ് ചെയ്ത് സുബ്ഹാന റബ്ബിൽ അഅ്ലാ സുബ്ഹാന റബ്ബിൽ അദീം എന്ന് ഒരു മനസ്സ് തുറന്ന് പറഞ്ഞു പോയാൽ ആ മനുഷ്യന് അള്ളാഹിൻ്റെ ശുക്രതല്ലേ. പക്ഷെ അതിനൊന്നും ചെയ്യാൻ നമുക്ക് സമയമില്ല. പറഞ്ഞു വെച്ചാൽ പള്ളികൾ പിന്നെ അലങ്കരിക്കുന്നൊരവസ്ഥ, പള്ളികൾ ഇമാറത്തുണ്ടാവില്ല. അതുപോലെ തന്നെ കുടുംബബന്ധങ്ങൾ ശിഥിലമായി, ഇപ്പം ഞാൻ വേഗം പറഞ്ഞു, കുടുംബബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന അവസ്ഥ. എന്നിപ്പോൾ എന്താ വെച്ചാൽ ഇതല്ല എല്ലാവർക്കും. ഇപ്പോൾ വിരുന്ന്, പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ വയസ്സന്മാർക്ക് നമ്മൾ വിരുന്ന് പോലുണ്ട് ഇല്ലേ, സ്കൂൾ പൊട്ടിയ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, വിരുന്നു. ഇപ്പോൾ വിരുന്ന് പോയിട്ട് എന്താ പണി? ഒരു കുട്ടികൾ ഫുട്ബോൾ കളിക്കുക, കുട്ടിയും ചൊല്ലി എന്തായാലും അറിയാം, പിന്നെ കോട്ടി കളിക്കുക, ഇതൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക്. എല്ലാവർക്കും ഇതിങ്ങനെ റീൽസും ഷോർട്സും കണ്ട് അപ്പുറത്തേക്ക് ആരുടെ സംസാരിക്കൂല. ഇനി ഒരു സംസാരിക്കുന്ന ഗെയിം കളിക്കുക, ഇവിടെ അങ്ങോട്ട് ഗെയിം. ഇപ്പോൾ കുടുംബബന്ധങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാണ്, മുറിഞ്ഞുപോയി. ഇപ്പം പെരുന്നാൾക്ക് പോലും നമുക്ക് കുടുംബത്തിൽ മുഴുവൻ പോകാൻ കഴിയുന്നുണ്ടോ? ഫോൺ ചെയ്യല്ലേ. പണ്ടൊക്കെ നേരിട്ട് കല്യാണം പറയാതെ നമ്മളാരെയും കല്യാണത്തിന് പോയില്ലോ, പോലല്ലോ.
റോട്ടിൽ നിന്ന് കല്യാണം പറഞ്ഞാൽ കല്യാണത്തിന് പോകാത്ത ആൾക്കാർ നമ്മൾ. ഇപ്പോഴോ ഫോൺ ചെയ്യാണ്, ഫോണില്ല, ആർക്ക് തിരക്കാണ്. കല്യാണം പറയാൻ കല്യാണം വീട്ടിൽ പോയി പറയാൻ പോലുള്ള ഒഴിവ് ആർക്കില്ല. പറഞ്ഞ മനുഷ്യൻ തിരക്കായിപ്പോയി. ഞാൻ പറഞ്ഞ കുടുംബ ബന്ധങ്ങൾ അകന്നു പോകുന്നു. ഖതിഅത്തുർ റഹം, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു. ഇപ്പോൾ മലപ്പുറം കുടുംബ കോടതിയിൽ നിങ്ങൾ പോയി നോക്കി, 98% കേസുകളും മുസ്ലിങ്ങളുടെ. ഈ കുടുംബ കോടതി പോയി നോക്കി. ഖതിഅത്തുർ റഹം, കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ. അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി മാറി വരും. ഇത് മാറിയില്ലേ? പ്രവാചകൻ പറയാണ്, മിനശ് അസ്റാത്തി സഅത്തി അൻ തദ്ഹറ സിയാബ് തൽബസഹ നിസാ കാസിയാത്തിൻ ആരിയാത്തിൻ. സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നുണ്ട്, പക്ഷെ അവർ നഗ്നകളാണ്. ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ പള്ളികൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറുന്ന അവസ്ഥ. അതുപോലെ തന്നെ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുക, ഇൻഫർമേഷൻ ടെക്നോളജികൾ വർദ്ധിക്കുക. റസൂൽ പറഞ്ഞു, ബൈന യദൈ സഅത്തി ളുഹൂറുൽ ഖലം, ഖലമുകൾ വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയും കിതാബത്തുകൾ വർദ്ധിക്കുക, ഇൻഫർമേഷൻ സംഗതികൾ വർദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ജെമിനിയാണ് തുറന്നാൽ മതി. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെ പഠിക്കണേ അല്ലേ? ഒരു മനുഷ്യന് ഒരു അറിവിൻ്റെ കവാടങ്ങൾ അവൻ്റെ കയ്യിൽ ഇങ്ങനെ വന്ന് എന്തും ചോദിച്ചാലും ഇപ്പോൾ ആത്മഹത്യ എങ്ങനെ ചെയ്യണം ജെമിനിയോട് ചോദിച്ചാൽ അവിടെ ആത്മഹത്യ ചെയ്യുക. ഇപ്പം നിങ്ങൾ ChatGPTക്കെതിരെ കേസ് എടുത്തല്ലോ. കാരണം ChatGPT പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കുട്ടിക്ക് എങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടത്, ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ. അപ്പം നല്ലതിനും ചീത്തതിനൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുക. ജൂതന്മാരുടെ മുസ്ലിമീങ്ങൾ യുദ്ധം, അത് ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യം. ജൂതന്മാരുടെ മുസ്ലിമീങ്ങൾ യുദ്ധം ഉണ്ടാവും. ലാ തഖൂമു സഅത്തു ഹത്താ യുഖാതിൽ മുസ്ലിമൂൻ യഹൂദ്. ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തുടക്കങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അവസാനം എന്താ സംഭവിച്ചാൽ ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ. ഇപ്പം നമ്മളെന്താ വെച്ചാൽ ആകെ നിരാശയിലാണ്. നമുക്ക് നിരാശരാകേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് സമുദായത്തിനും ഒരു ഉണർവിൻ്റെ കാലഘട്ടം ഉണ്ടാവും, അധപ്പതനത്തിൻ്റെ കാലഘട്ടം ഉണ്ടാവും. മനസ്സിലല്ലേ? ഇതിങ്ങനെ ഇങ്ങനെ പോകില്ല. ഏത് കൗമിൻ്റെ ചരിത്രം, മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കി. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇങ്ങനെ ഉയർന്നു, പിന്നീട് ഇങ്ങനെ താഴ്ന്നു, പിന്നീട് അബ്ബാസിൻ്റെ കാലത്ത് പിന്നെ ഉയർന്നു, പിന്നീടും താഴ്ന്നു, പിന്നെ ശൈഖുൽ ഇസ്ലാമിൻ്റെ കാലത്ത് പിന്നെ ഉയർന്നു, പിന്നെ ഇങ്ങനെ താഴ്ന്നു. ഇപ്പോൾ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതിയുടെയും അല്ലെങ്കിൽ ഒരു ഇസ്സത്തിൻ്റെയും കാലഘട്ടം ആണ് നമുക്ക് പറയാം. കാരണം എല്ലായിടത്തും പ്രയാസങ്ങൾ പെടണം, പക്ഷെ ഇത് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് ആ ടെൻഷനൊന്നും വേണ്ട. പ്രവാചകൻ പറയാണ്, ജൂതന്മാരാണല്ലോ ഇപ്പോൾ വലിയ ശക്തികളായിട്ട് ഇവിടെ നിൽക്കുന്നത്. പ്രവാചകൻ പറയും, ജൂതന്മാരും മുസ്ലിമീങ്ങളും യുദ്ധം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആ ജൂതന്മാർ മുസ്ലിങ്ങളുടെ മുന്നിൽ പേടിച്ച് വിറക്കും. ഹത്താ യഖ്തബിയൽ യഹൂദി മിൻ വറാഇൽ ഹജ്രി വശജർ. അവസാനം ഒരു ജൂതൻ മുസ്ലിമീങ്ങളെ പേടിച്ച് മുഴുവൻ കല്ലിൻ്റെയും മരത്തിൻ്റെയും ബേക്കിൽ പോയി ഒളിക്കുന്ന. അവൻ്റെ ആയുധങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടാവില്ല, അവൻ്റെ ടാങ്കും അവൻ്റെ മിസൈലൊന്നും അവൻ്റെ കയ്യിലുണ്ടാവില്ല. എന്നിട്ട് അപ്പോൾ ആ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും, യാ അബ്ദുല്ലാഹ് ഹാദാ യഹൂദിയുൻ ഖൽഫി. ഇതാ എൻ്റെ ബേക്കിൽ ആരുണ്ട്? ഒരു ജൂതനെ കണ്ടിട്ടില്ലല്ലോ. ഇതാ ആ മരം ആ മുസ്ലിമിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ മരങ്ങൾ പോലും ജൂതന്മാരുള്ള ശത്രുത പരസ്യമാക്കുന്ന കാലഘട്ടം വരാറുണ്ട്. എന്നിട്ട് മുസ്ലിമിനെ കൊല്ലും. ഇല്ലല്ല ഖർഖദ് മരം മാത്രം അത് വിളിച്ചു പറയുകയില്ല. ഫഇന്നഹു ശജറുൽ യഹൂദ്, അത് ജൂതൻ്റെ മരമാണ്. നിങ്ങൾ ആലോചിക്കണം, ജൂതന്മാർ റസൂലുള്ളാഹിനെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹു എന്നല്ല പറഞ്ഞു. സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ, ഞാൻ അവസാനിപ്പിക്കുന്നില്ല, സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹിനെ അറിയുന്നല്ലേ. അതുകൊണ്ട് ജൂതന്മാർ ഈ ഹദീസൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ കൗമി ഹദീസൊക്കെ തള്ളുകയാണ്, പക്ഷേ ജൂതന്മാർ ഒറ്റ ഹദീസും തള്ളൂല. ജൂതന്മാർ ഈ ഹദീസ് ഖർഖദ് മരത്തിൻ്റെ ഹദീസ് അവർ കണ്ടിട്ട് ഇസ്രായേൽ 947 അന്ന് ഇസ്രായേൽ ഉണ്ടാക്കിയ അന്ന് രാത്രി അവിടെ ആദ്യത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചെന്താ അറിയോ? നമ്മുടെ ഔദ്യോഗിക മരം ഖർഖദ് മരമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ മുഴുവൻ ഈ മരം വെച്ച് പിടിപ്പിച്ചേക്കപ്പോൾ എന്തിന്? മുസ്ലിമീങ്ങളും ജൂതന്മാരും യുദ്ധം ഉണ്ടായാൽ നമുക്ക് ആകെ രക്ഷപ്പെടാൻ പറ്റുന്നതാണ് ഈ മരത്തിൻ്റെ ബാക്ക് നിൽക്കുക. അപ്പം ഈ മരം മുടിച്ച് പറയില്ല എന്നാ. പക്ഷെ ആ മരത്തോടൊന്നും കാര്യമില്ല. മുസ്ലിമുകൾ എന്ത് ചെയ്യും? അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയ അടയാളങ്ങൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഇമാം മഹദി വരും. മഹദി എന്ന് പറഞ്ഞാൽ 3 തരം മഹദി. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. മഹദി ഉണ്ട്, ഖാദിയാനികൾക്കൊരു മഹദി ഉണ്ട്, അത് കള്ള മഹദിയാണ്. ഷിയാക്കൾക്കൊരു മഹദി ഉണ്ട്. ഇപ്പോൾ ഫലസ്തീൻ്റെ യുദ്ധം നടന്നപ്പം യാ മഹദി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വലിയ ഹിറ്റ് ചെയ്യുന്നല്ലോ. ആ മഹദി ഇസ്ലാമിൻ്റെ മഹദിയല്ല. എന്നാൽ പ്രവാചകൻ പറഞ്ഞൊരു മഹദി വരാനുണ്ട്. അത് മക്കയിൽ നിന്നാണ് വരിക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് വരും. അദ്ദേഹത്തിൻ്റെ പേരും മുഹമ്മദ് എന്നായിരിക്കും, മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. അദ്ദേഹം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ആകുന്ന സന്ദർഭത്തിൽ ഫലസ്തീൻ്റെ ഭാഗത്തേക്ക് പോകും. ഇതിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ആ പള്ളിയിൽ ഇമാം ആരായിരിക്കും? ഇമാം മഹദി ആയിരിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് ഖിയാമത്തിൻ്റെ അടയാളപ്പെട്ടതാണ്. അപ്പം മഹദീൻ്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇമാം മഹദി വരിക. ആ മഹദിയുടെ അടയാളങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അദ്ദേഹം വെളുത്ത ഒരു മനുഷ്യനായിരിക്കും. അതുപോലെ തന്നെ മുസ്ലിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകും, ഭൂമിയിൽ നല്ല ഫലവർഗ്ഗങ്ങൾ മുളച്ചു വരും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് മസീഹ് ദജ്ജാൽ വരിക. മസീഹ് ദജ്ജാൽ പ്രവാചകൻ പറഞ്ഞ ലോകത്ത് ഏറ്റവും വലിയ ഫിത്ന, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഫിത്ന, ഏറ്റവും വലിയ ഫിത്ന മസീഹ് ദജ്ജാലിൻ്റെ ഫിത്ന. അത് മാത്രം ഒരുപാട് വിശദീകരിക്കാണ്ട്, പ്രധാന പോയിന്റുകൾ മാത്രം. മസീഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു കണ്ണ് നല്ല ശരിക്കുള്ള കണ്ണായിരിക്കും. മനുഷ്യനാണ്. മസീഹ് ദജ്ജാൽ ഇബ്നു ആദമിൻ്റെ മക്കളിൽപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷെ അള്ളാഹു ഒരു പ്രത്യേക പരിശ്രമം പടച്ചതാണ്. ഒരു കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു പഴുത്ത മുന്തിരി പോലെ ഇങ്ങനെ തുറച്ച് നിൽക്കുന്നുണ്ടാവും. ആ കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല. അവൻ്റെ ഇവിടെ അങ്ങനെ കഫറാന്ന് എഴുതിയിട്ടുണ്ടാവും. അത് മുഅ്മിനീങ്ങൾക്ക് വായിക്കാൻ കഴിയും. അവന് വലിയ അത്ഭുതങ്ങൾ കാണിക്കും. അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ അവനോട് പ്രകടിപ്പിക്കുന്ന, അവൻ്റെ കയ്യിൽ നരകം ഉണ്ടാവും, സ്വർഗ്ഗം ഉണ്ടാവും. നരകം നിറ തീ ഉണ്ടാവും, സ്വർഗ്ഗം നിറ വലിയ തോട്ടം ഉണ്ടാവും. യഥാർത്ഥ ഈ നരകം ഇതായിരിക്കും ഒറിജിനൽ തോട്ടം. അതിനോട് ആളുകളെ പറ്റിക്കാൻ അവൻ ആളുകൾ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു മുഅ്മിനെ കൊല്ലും. എന്നിട്ട് ആ രണ്ട് തല അപ്പുറത്തേക്കും കാലപ്പുറത്തേക്കും ആക്കിയിട്ട് എൻ്റെ ഇടയിൽ കൂടെ നടക്കും. എന്നിട്ട് നീച്ചു പോകാന്ന് പറഞ്ഞ് നീച്ചു വരും. പക്ഷെ പിന്നീട് ആ മനുഷ്യനെ കൊല്ലാൻ അവന് കഴിയില്ല. അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ഒരുപാട് അത്ഭുതങ്ങൾ അവൻ കാണിക്കും. അവസാനം ഈ ദജ്ജാലിൻ്റെ ഫിത്നകൾ 40 ദിവസമാണ് ഭൂമി ജീവിക്കുക. അത് ഒരു ദിവസം 40 വർഷത്തെ വൈദൂരം ഉണ്ടാവുന്ന കാലഘട്ടം ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞു. ഒരു ദിവസം 40 മാസത്തെ, മറ്റൊരു ദിവസം 40 ദിവസത്തെ, മറ്റൊരു ദിവസം 4 ആഴ്ചത്തെ ദിവസം, മറ്റു ദിവസങ്ങളൊക്കെ. അപ്പോൾ ഈ സമയത്തിനടുക്ക് അവൻ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും എത്തും. മക്കയിലും ഹറമിലും മദീനയിൽ അവൻ പ്രവേശിക്കാൻ ഉണ്ടാവില്ല. ആ 2 ഹറമുകൾക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. മദീനയിലേക്ക് അവൻ ഉഹുദ് മലൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ഇങ്ങനെ കുലുക്കുന്ന ഉഹുദ് മലനെ, അതുപോലുള്ള മുനാഫിക്കളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകും. എന്നിട്ട് ഏതാണ് ഈ വെള്ളക്കൊട്ടാരം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉഹുദ് മലൻ്റെ മുകളിൽ നിന്ന് മസ്ജിദ് നബി നോക്കിയാൽ നിങ്ങൾ ശരിക്കും ദജ്ജാൽ പറഞ്ഞ ഒരു വെള്ളക്കൊട്ടാരം പോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ പള്ളി വരുന്നില്ലേ, ഇനി വികസിക്കാൻ വല്ല മാർബിളും ടൈൽസൊക്കെ ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് ഫിത്നകൾ അവൻ കാണിക്കും. അവൻ്റെ അന്ത്യം ഈസാ നബിയിലൂടെ ആയിരിക്കും ഉണ്ടാകുക. പക്ഷെ അവൻ്റെ ആ ഫിത്നയിൽ റസൂൽ പറഞ്ഞ സംരക്ഷണം എന്ന് വെച്ചാൽ മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്ത് കഹ്ഫിൽ നിന്ന് 10 ആയത്ത്, ആദ്യത്തെ 10 ആയത്തിൽ പഠിച്ചാൽ അയാൾക്ക് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്ത് നമ്മൾ പഠിച്ചു വെക്കുക. നമ്മുടെ കാലത്ത് വലുത് നമുക്ക് പറയാനൊന്നും പറ്റില്ല. നമുക്ക് അള്ളാഹു വയസ്സ് എന്നാൽ ചിലപ്പോൾ ഉണ്ടാകാം. എന്നാലും അത് 10 ആയത്ത് നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഹറമിൽ പോയി താമസിക്കുക. പക്ഷേ ഹറമിൽ പോയി താമസിച്ചാലും നമ്മൾ ഉള്ളിൽ നിഫാഖ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഹറമ് നമ്മളെന്ത് ചെയ്യും, പുറത്തേക്കിടുന്ന, നമുക്കവിടെ താമസിക്കാൻ കഴിയില്ല. എന്തെങ്കിലും കാരണങ്ങൾക്ക് നമുക്കവിടെ പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും. ദമസ്കസിലെ മനാർത്തുൽ ബൈളയിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. 2 മലക്കുകളുടെ ചിറകിന്മേൽ കൈവച്ചുകൊണ്ടാണ് ഈസാ നബി ഇറങ്ങി വരിക. ഒരു മഞ്ഞ വസ്ത്രം ധരിച്ച് തലയിൽ നിന്ന് വെള്ളമുറ്റി കുളിച്ച് തല ഓർത്താതെ തലയിൽ നിന്ന് വെള്ളം ഉറ്റി വരുന്ന രൂപത്തിലായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. ഈസാ നബി വരുമ്പോൾ ലോകത്തുനിന്ന് സുഗന്ധം പരക്കും. ആ സുഗന്ധം എത്തിയ സ്ഥലത്തുള്ള മുഴുവൻ ജൂതന്മാരും കാഫിറുകളും മരിച്ചു പോകുന്ന, മുസ്ലിമീങ്ങൾക്കത് വലിയ ഊർജ്ജം കിട്ടും. അങ്ങനെ ഈ മഹദിയുടെ കൂടെ സുബഹി നിസ്കരിച്ച് അതിനുശേഷം ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി പോകും. സുബഹി നിസ്കരിച്ചതിന് ശേഷം മുസ്ലിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ പോകും. ബാബുൽ ലുദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ദജ്ജാലിനെ വധിക്കുക. ബാബുൽ ലുദ് എന്ന് പറഞ്ഞ ഇന്നത്തെ ഇസ്രായേലിലൊരു എയർപോർട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഏകദേശം ദജ്ജാൽ ഇറാൻ്റെയും അസ്ബഹാൻ്റെയും സ്ഥാനത്ത് നിന്ന് വരിക. അഥവാ ഇന്നത്തെ ഇപ്പോൾ ഈ ഗ്രേറ്റ് ഇസ്രായേലിനൊക്കെ അവർ പറഞ്ഞല്ലോ, ഇറാൻ അടക്കം സൗദി അടക്കം വികസിക്കുന്നൊരു ഇസ്രായേലാണ് ഇന്നത്തെ ഇസ്രായേൽ സ്വപ്നം കാണുന്നത്. അത് അവിടെ ഖിയാമത്ത് നാളാകുമ്പോൾ അവിടേക്ക് വരും. എന്നിട്ട് അവിടെ നിന്നാണ് ഈ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ദജ്ജാൽ വരിക. അവൻ്റെ കൂടെ അധികം ഉണ്ടാകുക ജൂതന്മാരും പെണ്ണുങ്ങളായിരിക്കും. കാരണം ഈ പെണ്ണുങ്ങളെ അത്ഭുതം കണ്ട വേഗം ഗുണമല്ലോ. മാജിക് കണ്ട പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, നടന്ന് തലച്ച് കഴിഞ്ഞിട്ട് ആണ് വിശ്വാസം. അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ നിങ്ങൾ ചങ്ങലെടുത്ത് കെട്ടിയിടുന്നതാണ് വിശ്വാസം പറഞ്ഞത്. ഈ ദജ്ജാൽ വന്ന് കേട്ടാൽ പെണ്ണുങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, അടച്ചു പൂട്ടി ചങ്ങലിട്ട് കെട്ടിയിട്ടോളില്ലെങ്കിൽ ഒരു പോയ ദജ്ജാലിൻ്റെ അനുയായികളായി മാറും. അത് കഴിഞ്ഞ് പിന്നീട്
യജൂജ് മാജൂജ് വരും. യജൂജ് മാജൂജ് എന്ന് പറഞ്ഞാൽ സൂറത്ത് കഹ്ഫിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. വലിയ ജനക്കൂട്ടമാണ് ദുൽഖർനൈൻ മതിൽ കെട്ടി തിരിച്ചത്. ഇപ്പോൾ ഖുറാനിലിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഗൂഗിൾ മാപ്പും ഈ ഗൂഗിൾ പിന്നെ സാറ്റലൈറ്റൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ആ കൗമിനെ കാണാൻ കഴിയണില്ലല്ലോ. അള്ളാഹ് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ ഭൂമിയിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ അത്രയും വലിയ ജനസഞ്ചയം ഉണ്ടാവുമായിരുന്നു. ഒരു യജൂജ് മജൂജിൽപ്പെട്ട ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് 1000 കുഞ്ഞുണ്ടാവുന്ന ഹദീസിലുള്ള. അപ്പോൾ നമ്മൾ ചോദിക്കണം, ഇതൊക്കെ എവിടെ? അത് ഖുറാൻ പറഞ്ഞാണ്. ഇതൊക്കെ ഹദീസിലാണ് എന്നോ ചവിട്ടിക്കൂട്ടിയ ആളുകൾ തട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഖുറാനിലായത് പിന്നെ തട്ടത്ത് സൂറത്ത് കഹ്ഫിലുണ്ട്. ആ മതിലിന് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മീൻകുല്ലി എന്താ പറയുക, എല്ലാ സാഹിബിലൂടെ ഇറങ്ങി വരും. ഭൂമിയിൽ മൊത്തം കൊലയും ഫസാദും അവരുണ്ടാക്കും. എന്നിട്ട് ഭൂമിയിലുള്ള മനുഷ്യന്മാരെ ഏകദേശം കൊന്നു തീർക്കും. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ ഭൂമിയിലുള്ളവരെ കൊന്നു, ഇനി ആകാശത്തേക്കുള്ളവരെ കൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് ഒരു അമ്പ് ചെയ്യുന്ന. അപ്പോൾ അമ്പ് തിരിച്ചു വരുമ്പോൾ അതിൽ ചോര ഉണ്ടായിരിക്കും. അങ്ങനെ അമ്പ് ഇങ്ങനെ കുത്തി നിൽക്കും ഭൂമിയിൽ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും അവിടെ അമ്പായിരിക്കും. അവസാനം ഈസാ നബി അന്ന് ഭൂമിയിലുണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ് പറയും, ഈ യജൂജ് മജൂജിനെ എതിരാൻ ഈസാ താങ്കൾക്ക് സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ തൂരിസിനിലേക്ക് പോകണം. അങ്ങനെ ഈസാ നബിയും അന്നുള്ള മുസ്ലിങ്ങൾ തൂരിസിനിലേക്ക് അഭയം ചോടും. പക്ഷേ തൂരിസിനയിൽ ഈസാ നബിനെ അവർ വളയും. അപ്പോൾ ഈസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെ കഴുത്തിൽ, ഈ ഒട്ടകത്തിൻ്റെ കഴുത്തിലുണ്ടാകും ചീഞ്ഞു പോകുന്ന രോഗം ഉണ്ടാകുന്നൊരു ഒരു പുഴുണ്ട്. അപ്പോൾ അവരുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അതൊരു പുഴു കൊടുക്കും. ആ പുഴു തിന്ന് അവർ ഭൂമിയിൽ മയ്യത്തായി വീഴും. ഇതൊക്കെ ഹദീസിലുള്ള, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകണോ. ആ മയ്യത്ത് പിന്നെ ഭൂമിയാകെ നാറി വാകുന്ന അവസ്ഥ, മുസ്ലിങ്ങൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അള്ളാഹു വലിയ കഴുകന്മാരെ, വലിയ പക്ഷികളയച്ച മയ്യത്തുകളെടുത്ത് ശുദ്ധീകരിച്ച് ഭൂമിയെ അള്ളാഹ് ശുദ്ധീകരിക്കും. അതിനുശേഷമാണ് ഭൂമിയുടെ എന്ന് പറയും, ഓ ഖുറുജി ബർക്കത്തേക്ക്, നിൻ്റെ വർക്കത്തിനെ നീ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഭൂമിയിൽ അന്ന് ഈ ലോകം കണ്ടതിനേക്കാൾ ഈ ലോകം കണ്ടത് ഏറ്റവും വലിയ ബർക്കത്ത് ഭൂമിയിലുണ്ടാവും. ഓരോ ഫലങ്ങൾക്ക് ഇപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഉറുമാമ്പഴം ഉണ്ടല്ലോ, ഉറുമാമ്പഴം. ആ ഉറുമാമ്പഴം ഒരു കബീലക്ക്, ഒരു ഗോത്രത്തിന് തിന്നാൻ മാത്രം ഉണ്ടാവും. ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തണൽ കൊള്ളാനിരിക്കാൻ മാത്രം ഉണ്ടാവും. ഒരു ആടിൻ്റെ പാല് ഒരു കറിയത്തിന്, ഒരു ഗോത്രത്തിലുള്ള ആളുകൾക്ക് മാത്രം, ഏകദേശം ഒരു 100 കുടുംബത്തിനൊക്കെ ഒരു ആടിൻ്റെ പാൽ, അത്രയും ബർക്കത്തുള്ള സമുദായമായിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കും. അദ്ദേഹം ഹജ്ജ് ചെയ്യും, പിന്നീട് അദ്ദേഹം മരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവസാനം ഹിജാസിൻ്റെ ഭാഗത്ത് നിന്നൊരു തീ പുറപ്പെടും. ആ തീ ഒരു കാറ്റടിച്ച് തീ പുറപ്പെടും. ആളുകളൊക്കെ ഷാമിലേക്ക് ഒരുമിച്ച് കൂടും. അന്ന് പിന്നീട് അവിടെയുള്ള ആളുകൾ മരിക്കും. പിന്നീട് അള്ളാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകില്ല. വാലിഹിം തഖൂമുസ്സാ, ആ അത്രയും വൃത്തികെട്ട, അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായി മനസ്സിലാക്കുന്ന, അള്ളാഹ് എന്ന് പോലും പറയാത്ത ഒരാളുകൾ കൂട്ടം ഉണ്ടാകുമ്പോഴാണ് പിന്നീട് അന്ത്യനാൾ സംഭവിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതൊക്കെ വിശദമായി പറയേണ്ടതാണ്. ഞാൻ ചില കാര്യങ്ങൾ, പോയിന്റുകൾ മാത്രം പറഞ്ഞു പോയി എന്നുള്ളൂ. ഏതായിരുന്നാലും ഇതൊക്കെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഏകദേശം പിന്നെ എന്താ പറയുക, ഒരു കെട്ടുകഥകളോ അല്ലെങ്കിൽ ഒരു ഭാവനാവിലാസങ്ങളോ ഒന്നുമില്ല. ഒക്കെ ഖുറാനിലും ഹദീസിലൊക്കെ വന്ന കാര്യം. പക്ഷേ ഇതിലൊക്കെ ഖേദകരമായ കാര്യം എന്താ വെച്ചാൽ, ഇതിനൊക്കെ പലതൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ദജ്ജാൽ നിഷേധിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഈസാ നബിൻ്റെ വരവിനെ നിഷേധിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഖാദിയാനികൾ ഈസാ നബി വരില്ല എന്ന് പറഞ്ഞാൽ, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ദജ്ജാലൊന്നും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും പറഞ്ഞതൊക്കെ നമ്മൾ അങ്ങനെ അംഗീകരിക്കുക. അത് നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ, ഇപ്പോൾ യജൂജ് മജൂജ് നമ്മൾ അംഗീകരിക്കണില്ലേ? ഈ ഭൂമിയിലിപ്പോൾ എവിടെയൊക്കെ നമുക്ക് ശരിക്കും സാറ്റലൈറ്റ് ഗൂഗിൾ സെർച്ച് ഒക്കെ കാണാൻ കഴിയും. ഭൂമിൻ്റെ ഓരോ പ്രദേശങ്ങളും കാണാൻ കഴിയും. പക്ഷേ ഇങ്ങോട്ട് നമ്മളാരെയും യജൂജ് മജൂജിൻ്റെ കോട്ട കണ്ടിട്ടുണ്ടോ? ദുൽഖർനൈൻ കിട്ടിയ മതിൽ നമ്മളാരെയും കണ്ടിട്ടുണ്ടോ? പക്ഷെ അത് ഖുറാനിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, നമുക്ക് അവർ ആയത്തുകൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുള്ള പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്ഷമിക്കുക. ഏതായിരുന്നാലും ഈ പറഞ്ഞതും കേട്ടതും അള്ളാഹു സാലിഹ സൽക്രമൊന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക. എപ്പോഴും ഇത്തരം ഫിത്നകളിൽ നിന്ന് അള്ളാഹുവിനെ ചോദിച്ചു. അതുകൊണ്ടാണ് നമ്മൾ അത്തിയാത്തിൽ കോമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഫിത്ന അൽ മഹ്യാ വൽ മമാത്ത് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഫിത്ന, അതൊക്കെ ഫിത്നകളാണ്. നമ്മൾ കാണുന്നതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഫിത്നകളാണ്. വൽ മമാത്ത്, മരിക്കുമ്പോഴുള്ള ഫിത്നകൾ. അപ്പോൾ ഇബ്ലീസ് ഇടപെടും. വൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും. ഇതൊക്കെ വലിയ ഫിത്നകളാണ്. ഈ ഫിത്ന എന്നൊക്കെ അള്ളാഹുവിൻ്റെ രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെല്ലാം എല്ലാവിധ ഫിത്നകളിൽ നിന്നും എല്ലാവിധ പരീക്ഷണങ്ങളും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ GCC രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ വലിയ പ്രയാസത്തിലും പേടിയിലുമാണ് ജീവിക്കുന്നത്. അള്ളാഹു അവർക്ക് സമാധാനവും അതുപോലെ നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ മുഴുവനും അള്ളാഹുവിൻ്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് പരാജയപ്പെടുത്തുമാറാവട്ടെ. മുസ്ലിം സമുദായത്തിന് ഇസ്സത്തും പ്രതാപവും
അള്ളാഹു തിരിച്ചു നൽകുകയും ലോകത്തിന് വെളിച്ചം കൊടുക്കുന്ന മാതൃകായോഗ്യരായ ഉമ്മത്താക്കി ഉമ്മത്തിനെ അള്ളാഹു മാറ്റുകയും ചെയ്യുമാറാവട്ടെ. ഈ നമ്മുടെ വിശുദ്ധ റമദാൻ അള്ളാഹു ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു എന്നല്ലവരെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നിറ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ നോമ്പുകളും സക്കാത്തുകളും സദഖകളുമെല്ലാം പൂർണ്ണമായ രൂപത്തിൽ അതിൻ്റെ പോരായ്മകൾ കഴിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ റമദാൻ പൂർണ്ണമായും ഈമാനോടെ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി നോൽക്കാനും നോമ്പുകൾ നോൽക്കാനും ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.